വെൽക്കം ടു ടോസ് അക്കാഡമി. ടോസ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന സെറ്റ് ഹിസ്റ്ററി എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ചില വളരെ പ്രാധാന്യമർഹിക്കുന്ന ചില ടോപ്പിക്സുകളിലേക്ക് കൂടിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ കടന്നു പോകുന്നത്. നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ്ലി വന്നിട്ടുള്ള മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസുകളാണ്. അവിടെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് യൂണിറ്റ് 1 ആണ്. യൂണിറ്റ് 1 നമ്മൾ പ്രധാനമായിട്ടും 5 മൊഡ്യൂളുകൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഈ 5 മൊഡ്യൂളുകളിൽ നിന്ന് പ്രീവിയസ്ലി സെറ്റ് ഹിസ്റ്ററി എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ, മറ്റ് ചില ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ പരിചയപ്പെടാം. അപ്പൊ നമുക്കിന്ന് ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഫൈൻഡ് ഔട്ട് ദ ഓർഡർ ഇൻ ദ ഫോളോയിങ് അബ്രിവേഷൻ യൂസ്ഡ് ദ ഫുട് നോട്ട്. നമ്മൾ ഫൈൻഡ് ഔട്ട് കണ്ടെത്തണം. അതായത് ഫുട് നോട്ടിന്റെ മിക്കവാറും എല്ലാ അബ്രിവേഷൻസുകളും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതിൽ ഈ തന്നിരിക്കുന്നവയിൽ തികച്ചും ഓർഡർ ഏതാണെന്ന് കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വന്നിട്ട് ഇവിടെ, ഓപ്ഷൻ ബി സുപ്ര, ഓപ്ഷൻ ബി അലൈസ്, ഓപ്ഷൻ ഡി വന്നിട്ട് ലോക്സിറ്റ്. ഇതാണ് തന്നിരിക്കുന്നത്. അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫുട് നോട്ടിന്റെ അബ്രിവേഷൻസുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളത് ഏതാണ്? അപ്പൊ ഫുട് നോട്ടിന്റെ അബ്രിവേഷൻസുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇവിടെ സുപ്ര, ലോക്സിറ്റ്, ഓപ്സിറ്റ് ഒക്കെ തന്നെ ഫുട് നോട്ടിന്റെ അബ്രിവേഷൻസുകളാണ്. അപ്പൊ ഈ തന്നിരിക്കുന്നവയിൽ ഫുട് നോട്ടിന്റെ അബ്രിവേഷൻസുകളിൽ ഓർഡർ ആയിട്ടുള്ളത് ഏതായിരിക്കും? അലൈസ് ആണ് അല്ലെ. അലൈസ് ഈസ് ഓർഡർ. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നതിൽ അലൈസ് ആണ് തികച്ചും ഓർഡർ ആയിട്ടുള്ളത്. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഫുട് നോട്ട് നിങ്ങൾ വളരെ കൂടുതലായിട്ട് വ്യക്തമായിട്ട് തന്നെ പഠിച്ചിട്ട് പോവുക. ഫുട് നോട്ടിന്റെ പ്രധാനപ്പെട്ട ചില അബ്രിവേഷൻസുകളും കേട്ടോ. അതിലെ പ്രധാനമായിട്ടുള്ള അബ്രിവേഷൻസുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉണ്ട് ഓപ്സിറ്റ്, ലോക്സിറ്റ്, സുപ്ര, ഇവയൊക്കെ തന്നെ എന്താണ് പ്രധാനപ്പെട്ട. പിന്നെ അതുപോലെ തന്നെ എറ്റലൊക്കെ അബ്രിവേഷൻസുകളായിട്ട് വരും. ഇവിടെ ഓപ്സിറ്റ്, ലോക്സിറ്റ്, സി എഫ്, എഫ് എഫ് ഡോട്ട്, ഇതൊക്കെ തന്നെ പാസിം അതൊക്കെ ഉണ്ട് കേട്ടോ. പാസിംസ് ഒക്കെ തന്നെ ഫുട് നോട്ടിന്റെ പാസിംസ് PASSIM പാസിം, ഇതെല്ലാം തന്നെ ഫുട് നോട്ടിന്റെ അബ്രിവേഷൻസുകളാണ്. അപ്പൊ ഉള്ളതിൽ ഏതാണ് അബ്രിവേഷൻ അല്ലാത്തത് ചോദിച്ചാൽ അലൈസ് ആണ്. മനസ്സിലായിട്ടുള്ള അലൈസ് ഫുട് നോട്ടിന്റെ ഒരു അബ്രിവേഷൻ അല്ല. അപ്പൊ ഇങ്ങനെ തന്നെ പഠിച്ചു പോകണം കേട്ടോ അലൈസിനെ കുറിച്ചിട്ട്. അപ്പൊ അലൈസ് എന്തല്ല? ഫുട് നോട്ടിന്റെ അബ്രിവേഷൻ ആണോ? അല്ല, ഫുട് നോട്ടിന്റെ അബ്രിവേഷൻ അല്ലാത്താണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അലൈസ് ഫുട് നോട്ടിന്റെ ഒരു അബ്രിവേഷൻ അല്ല. അപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. ഫുട് നോട്ടിന്റെ അബ്രിവേഷൻസുകൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്തിനെ പഠിക്കാൻ കഴിയത്തുള്ളൂ? ഇതിന്റെ ഓർഡറിനെ കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഇത്രയും പഠിച്ച കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് കരുതുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ, ഇതെല്ലാം എന്ന് വെച്ചാൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും ചോദിക്കും കേട്ടോ. ഇവിടെ ഓപ്സിറ്റ്, ലോക്സിറ്റ്, സുപ്ര, എറ്റല്, പസം ഒക്കെ തന്നെ ചോദിക്കാണ്ട്. അടുത്ത നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ബുക്സ് മാർക്ക് ബ്ലോക്ക് വാസ് പബ്ലിഷ് ഇൻ പോസ്റ്റ്മോസ്ലി. അതായത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ബുക്സ് ഓർ മാർക്ക് ബ്ലോക്ക് വാസ് പബ്ലിഷ് പോസ്റ്റ്മോസ്ലി. മാർക്ക് ബ്ലോക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ബുക്ക് ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ബുക്സ് മാർക്ക് ബ്ലോക്ക് വാസ് പബ്ലിഷ്ഡ് പോസ്റ്റ്മോസ്ലി. പോസ്റ്റ്മോസ്ലി മാർക്ക് ബ്ലോക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ള ബുക്സ് ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ബുക്കാണ് മാർക്ക് ബ്ലോക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ബുക്ക്. ഏതായിരിക്കും? ഈ തന്നിരിക്കുന്ന ബുക്കുകളിൽ മാർക്ക് ബ്ലോക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ള ബുക്ക്. ഓപ്ഷൻ എ വന്നിട്ട് ഹിസ്റ്റോറിയൻ ക്രാഫ്റ്റ് ആണ്, ഓപ്ഷൻ ബി റോയൽ ടച്ച് ആണ്, ഓപ്ഷൻ സി ഫ്രഞ്ച് റൂറൽ ഹിസ്റ്ററി, ഓപ്ഷൻ ഡി വന്നിട്ട് ഫ്യൂഡൽ സൊസൈറ്റി. So, which of the following book of Mark Block was published posthumously? The correct answer, the correct answer, the Historian's Craft. അത് ഒരുപാട് പ്രാവശ്യം ചോദിക്കുന്നതാണ് മാർക്ക് ബ്ലോക്കിന്റെ പുസ്തകം. അപ്പൊ ഇവിടെ ഞാൻ ഹിസ്റ്റോറിയോഗ്രാഫിയുടെ പാർട്ടായിട്ടും കൂടിയാണ് ഈ ഒരു ബുക്ക് പറഞ്ഞിരിക്കുന്നത്. ഇതില്ലാതെ നമ്മൾ മാർക്ക് ബ്ലോക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ അനലിസിസ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫിയിൽ നമ്മൾ പഠിച്ചു പോകും. എങ്കിലും ബുക്സ് ആൻഡ് ഓതേഴ്സ് ഈ നമ്മൾ ആദ്യം പഠിക്കുന്ന ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്നറിയപ്പെടുന്ന യൂണിറ്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ബുക്ക് ആൻഡ് ഓതേഴ്സ്. അത് ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ പഠിച്ചു പോകണം. ഹിസ്റ്റോറിയോഗ്രാഫിയുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ പഠിക്കണം. അപ്പൊ ഇവിടെ മാർക്ക് ബ്ലോക്കിന്റെ ബുക്ക് ഏതാണ്? ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റ് ആണ്. മറക്കില്ലല്ലോ. അപ്പൊ ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റ് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മാർക്ക് ബ്ലോക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്ന ഒരു ബുക്കാണ് ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റ്.
അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു ബുക്കിലേക്ക് കൂടി കടക്കാം. അടുത്തൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കൂടെ നമുക്ക് കടന്നു പോകാം. അപ്പൊ ഇതെന്തായിരിക്കും ചോദിച്ചിരിക്കുന്നത്? എ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി ഓതേർഡ് ബൈ അർണോൾഡ് ടോൺബി കൺസിസ്റ്റ് ഓഫ് വോളിയൂംസ്. എ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി എന്നറിയപ്പെടുന്ന അർണോൾഡ് ടോയിൻബി എഴുതിയ ഈ ബുക്കിൽ എത്ര വോളിയൂംസുകളാണ് ഉണ്ടായിട്ടുള്ളത്? എ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി ഓഫ് ഓതേർഡ് ബൈ അർണോൾഡ് ടോയിൻബി കൺസിസ്റ്റ് ഓഫ് ഓപ്ഷൻ എ 6 വോളിയം, ഓപ്ഷൻ ബി 10 വോളിയം, ഓപ്ഷൻ സി 12 വോളിയം, ഓപ്ഷൻ ഡി 20 വോളിയം. സോ ദ കറക്റ്റ് ആൻസർ 12 വോളിയം ആണ്. അപ്പൊ അർണോൾഡ് ടോയിൻബിയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കിന്റെ പേരാണ് ഇതെന്നറിയപ്പെടുന്നത് എ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി. ഈ സ്റ്റഡി ഓഫ് ഹിസ്റ്ററിയിൽ എത്ര വോളിയൂംസുകളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റഡി ഓഫ് ഹിസ്റ്ററി ചിലപ്പോൾ ആ ബുക്കിന്റെ പേര് മാത്രം തന്നെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് പറയുക. അർണോൾഡ് ടോൺബി എഴുതിയ 12 വോളിയം ഉള്ളൊരു, അത് ഏകദേശം 1934 ടു 1961 കാലഘട്ടത്തിലാണ്, 1934 61 കാലഘട്ടത്തിൽ പബ്ലിഷ് ചെയ്ത അർണോൾഡ് ടോയിൻബിയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ് സ്റ്റഡി ഓഫ് ഹിസ്റ്ററി. അപ്പൊ ഇത് എത്ര വോളിയം ആണ്? 12 വോളിയം ആണ് വന്നിട്ട് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കടന്നു പോകാം. അപ്പൊ ഇത്തരത്തിലുള്ള ബുക്കും ഓതേഴ്സും ഒക്കെ ഒന്ന് നിങ്ങൾ നോക്കി തന്നെ പോകണം. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഇതാണ്. When two or more successive footnote refers to the same work, which of the following is used? അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിച്ച് ടു ഓർ മോർ സക്സസീവ് ഫുഡ് നോട്ട്, ഒന്നോ അതിലധികമോ സക്സസീവ് ആയിട്ടുള്ള ഫുഡ് നോട്ടുകൾ റിഫേഴ്സ് ടു സെയിം വർക്കിനെ കുറിച്ച് ഒന്നോ അതിലധികമോ ഉള്ള ഫുഡ് നോട്ടുകൾ പിന്നെ വന്നു കഴിഞ്ഞാൽ വിച്ച് ഓൺ ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്. താഴെ തന്നിരിക്കുന്ന ഏതാണ് യൂസ് ചെയ്തത്? അതായത് നമുക്കറിയാമല്ലോ, ഒരു ഫുഡ് നോട്ടിലെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ബുക്കിന്റെ ഒരു ബുക്കും അതിന്റെ ആദോസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ ഫുഡ് നോട്ടിൽ ആദ്യം ഇൻക്ലൂഡ് ചെയ്യുന്നത് അല്ലേ. പിള്ളങ്ങളും കുഞ്ഞമ്പിള്ളയുടെ കേരള ഹിസ്റ്ററി എന്നറിയപ്പെടുന്ന ബുക്ക് നമ്മൾ ആദ്യം വന്നു. എന്നിട്ട് പിന്നെ ഒന്നുകൂടി അതേ ബുക്കിൽ നിന്ന് തന്നെ ഫുഡ് നോട്ട് ഒന്നുകൂടി അതേ പേജിൽ നിന്നോ അതേ ബുക്കിൽ നിന്നോ ഒന്നുകൂടി വരികയാണെങ്കിൽ, സെയിം ഇമ്മീഡിയറ്റ്ലി ആയിട്ട് വരികയാണെങ്കിൽ അതിന് എന്താണ് പറയുന്നത്? വിച്ച് ടു ഓർ മോർ സക്സസീവ് ഫുഡ് നോട്ട് റിഫേഴ്സ് ടു ദ സെയിം വർക്ക്. അപ്പൊ സെയിം വർക്കിൽ നിന്നും രണ്ടോ അതിലധികമോ ഫുഡ് നോട്ടുകൾ വരികയാണെങ്കിൽ വിച്ച് ഓൺ ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ്. ഇബിഡാണോ, എറ്റലാണോ, ഒപ്സിറ്റ് ആണോ, ലോക്സിറ്റ് ആണോ? ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? ഇബിഡ് ഈസ് ദ കറക്റ്റ് ആൻസർ. അതാണ് ഞാൻ പറയുന്നത്, ഇമ്മീഡിയറ്റ്ലി ഫോളോ ചെയ്യുമെങ്കിലും ഇവിടെ തന്നെയാണ്. അപ്പോൾ ഫുഡ് നോട്ടിന്റെ മറ്റൊരു അബ്രിവേഷൻ ആണ് ഇബിഡ്. ഇബിഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഫോളോ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ ഫുഡ് നോട്ടുകൾ സെയിം വർക്കിൽ നിന്ന് തന്നെ വരികയാണെങ്കിൽ അതിനെയാണ് ഇബിഡ് എന്ന് പറയുന്നത്. അത് ഒരിക്കലും മറക്കരുത്, വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ് ഇബിഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ ഇബിഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്? ഓക്കെ, ദെൻ ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കൂടി കടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിസർച്ച് മെത്തേഡ് എംപ്ലോയ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ക്രിറ്റിസിസം ഫോർ ഷിഫ്റ്റിംഗ് ആസ് എ എവിഡൻസ് ആൻഡ് ഡേറ്റ? അപ്പൊ താഴെ തന്നിരിക്കുന്ന ഏതൊരു ഹിസ്റ്റോറിക്കൽ റിസർച്ച് മെത്തേഡാണ് എംപ്ലോയ് തന്നിരിക്കുന്നതിൽ ഏത് റിസർച്ച് മെത്തേഡാണ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നത്? ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ക്രിറ്റിസിസം ഫോർ ഷിഫ്റ്റിംഗ് ആസ് എ എവിഡൻസ് ആൻഡ് ഡേറ്റ. ഇന്റേണൽ ക്രിറ്റിസിസത്തിലും എക്സ്റ്റേണൽ ക്രിറ്റിസിസത്തിലൂടെയും എവിഡൻസുകളെയും ഡേറ്റയും ഷിഫ്റ്റിംഗ് ചെയ്യാൻ കഴിയുന്ന ഒരു റിസർച്ച് മെത്തേഡ് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? എക്സ്പോസ്റ്റ് ഫാക്ടോ മെത്തേഡ് ആണോ? ഓപ്ഷൻ ബി 2 വന്നിട്ട് എക്സ്പെരിമെന്റൽ മെത്തേഡ് ആണോ? ഓപ്ഷൻ 3 വന്നിട്ട് ഹിസ്റ്റോറിക്കൽ മെത്തേഡ് ആണോ? ഓപ്ഷൻ ഡി വന്നിട്ട് ഡിസ്ക്രിപ്റ്റീവ് സർവേ മെത്തേഡ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് റിസർച്ച് മെത്തേഡ് എംപ്ലോയ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ക്രിറ്റിസിസം ഫോർ ഷിഫ്റ്റിംഗ് ആസ് എ എവിഡൻസ് ആൻഡ് ഡേറ്റ? അപ്പൊ എവിഡൻസിനെയും ഡേറ്റയും ഷിഫ്റ്റിംഗ് ചെയ്യാൻ കഴിയുന്ന റിസർച്ച് മെത്തേഡ് ഏതാണ്? കറക്റ്റ് ആൻസർ ഏതാ? ഹിസ്റ്റോറിക്കൽ മെത്തേഡ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഇതും ഒരുപാട് പ്രാവശ്യം പല ലെവലുകളിൽ റിപ്പീറ്റ് ചെയ്തതാണ് കേട്ടോ. ഇതിപ്പോ നമ്മളിങ്ങനെ റിപ്പീറ്റേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത് തന്നെ പഠിക്കുക, ബിക്കോസ് ഇതിന്റെ അകത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. കറക്റ്റ് ഇത് തന്നെ ചിലപ്പോൾ വരാം, അതല്ലെങ്കിൽ ഓപ്ഷനുമായിട്ട്. നമ്മൾ ഈ 4 ഓപ്ഷൻ പഠിക്കുന്ന വെറുതെ അല്ല, 4 ഓപ്ഷന്റെ അകത്തു നിന്നായിരിക്കും ഇനി അങ്ങോട്ട് വരുന്നത്. അതിപ്പോ വർഷങ്ങളായിട്ടുള്ളൊരു ഇങ്ങനെ വരുന്ന ഒരു മോഡലാണ്. ബിക്കോസ് ഏകദേശം 2012 മുതൽ 24 വരെയും ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്, അതിൽ യാതൊരു മാറ്റവും ഇല്ല. അതിനെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കും പലപ്പോഴും നിങ്ങൾക്ക് നമ്മള് ഈ ഹിസ്റ്ററി നിങ്ങൾക്ക് ഒരു ക്രാക്ക് ചെയ്യാൻ കഴിയാത്തത്. നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കിക്കൊള്ളുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇൻ വിച്ച് ആർ ദ കോൺസെപ്റ്റ് ഓഫ് ഇന്റേണൽ
ആൻഡ് എക്സ്റ്റേണൽ ക്രിറ്റിസിസം അസോസിയേറ്റഡ്. താഴെ തന്നിരിക്കുന്ന ഏത് കോൺസെപ്റ്റ് ആണ് ഇന്റേണൽ ക്രിറ്റിസിസത്തിനും എക്സ്റ്റേണൽ ക്രിറ്റിസിസവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളത്? ഓപ്ഷൻ എ വന്നിട്ട് വാലിഡിറ്റി ഓഫ് എക്സ്പെരിമെന്റൽ ഡിസൈൻ ഓഫ് റിസർച്ച് ആണ്. ഓപ്ഷൻ ബി ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. ഓപ്ഷൻ 3 ഹിസ്റ്റോറിക്കൽ റിസർച്ച്. ഓപ്ഷൻ 4 ലിറ്റററി റിസർച്ച്. To which are the concept of internal external criticism associated? താഴെ തന്നിരിക്കുന്നതിൽ ഏത് കോൺസെപ്റ്റ് ആണ് ഇന്റേണലും എക്സ്റ്റേണലുമായിട്ടുള്ള എന്താ പറയുന്നത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ക്രിറ്റിസിസവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കോൺസെപ്റ്റ്? ഓപ്ഷൻ എ വാലിഡിറ്റി ഓഫ് എക്സ്പെരിമെന്റൽ ഡിസൈൻ ഓഫ് റിസർച്ച്. ഓപ്ഷൻ ബി ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. ഓപ്ഷൻ സി ഹിസ്റ്റോറിക്കൽ റിസർച്ച്. ഓപ്ഷൻ ഡി ലിറ്റററി റിസർച്ച്. സോ ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ എക്സ്റ്റേണലും ഇന്റേണൽ ക്രിറ്റിസിസവുമായിട്ട് ബന്ധപ്പെടുത്തിയ കോൺസെപ്റ്റ് ഏതാണ്? ഹിസ്റ്റോറിക്കൽ റിസർച്ച് ആണ്. ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. ക്രിറ്റിസിസവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് പോകണം. എക്സ്റ്റേണൽ ക്രിറ്റിസിസവും ഇന്റേണൽ ക്രിറ്റിസിസവുമായിട്ട് ബന്ധപ്പെടുത്തി, അതുപോലെ തന്നെ ഒബ്ജക്റ്റിവിറ്റി, സബ്ജക്റ്റിവിറ്റി. ഓക്കെ, ദെൻ വരുന്നത് നെക്സ്റ്റ്, ദ പ്രോസസ് ഓഫ് ഡീലിംഗ് വിത്ത് കൺസേൺ ഓവർ ദ authenticity of the source is referred to as. The process of dealing with concern over the authenticity of the source is referred to as. നമ്മളൊരു പിന്നെ വർക്കിന്റെ ഓതന്റിസിറ്റി കണ്ടെത്തുന്നതിന്, സോഴ്സിന്റെ നമ്മളിപ്പോൾ ചെയ്യുന്ന സോഴ്സസിന്റെ ഓതന്റിസിറ്റി കണ്ടെത്തുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രോസസ്സ് ഏതാണ്? അല്ലെങ്കിൽ ഏത് പ്രോസസ്സിലൂടെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്? ഓതന്റിസിറ്റി. ദ പ്രോസസ് ഡീലിംഗ് വിത്ത് കൺസേൺ ഓവർ ദ ഓതന്റിസിറ്റി ഓഫ് ദ സോഴ്സ് ഈസ് റിഫർഡ് ടു ആസ്. സോഴ്സിംഗ് ആണോ? ഓപ്ഷൻ ബി ഇന്റേണൽ ക്രിറ്റിസിസം ആണോ? ഓപ്ഷൻ സി വന്നിട്ട് സെക്കൻഡറി ക്രിറ്റിസിസം ആണോ? ഓപ്ഷൻ ഡി എക്സ്റ്റേണൽ ക്രിറ്റിസിസം ആണോ? അപ്പൊ ഓതന്റിസിറ്റി, സോഴ്സിന്റെ ഓതന്റിസിറ്റി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന പ്രോസസ് ഓഫ് ഡീലിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി എന്തായിരിക്കും? ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഏതാണ്? എക്സ്റ്റേണൽ ക്രിറ്റിസിസം ആണ്. എക്സ്റ്റേണൽ ക്രിറ്റിസിസം ആണ്. നമ്മൾ എക്സ്റ്റേണൽ ക്രിറ്റിസിസത്തെ കുറിച്ച് വളരെ ആധികാരികമായി പഠിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കണം. എക്സ്റ്റേണൽ ക്രിറ്റിസിസവും ഇന്റേണൽ ക്രിറ്റിസിസം എന്താണെന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് കൂടി കടക്കാണ്. അത് നമുക്ക് നോക്കാം. ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് വെൻ ആൻഡ് വേർ ആൻ ഇവന്റ് ടുക്ക് പ്ലേസ് ഈസ് നോൺ ആസ്. എന്നാണ് അല്ലെങ്കിൽ എവിടെ വച്ചാണോ ആ ഇവന്റ്, സംഭവം നടന്നത്, ആ ടുക്ക് പ്ലേസ് ഈസ് നോൺ ആസ്. അതിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ, അതായത് ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് വെൻ ആൻഡ് വേർ ആൻ ഇവന്റ് ടുക്ക് പ്ലേസ് ഈസ് നോൺ ആസ് കണ്ടൻസ്റ്റലൈസേഷൻ ആണോ, സോഴ്സിംഗ് ആണോ, കൊറോബറേഷൻ ആണോ? കൊറോബറേഷൻ ഓർ ഓപ്ഷൻ ഡി നെഗറ്റീവ് ക്രിറ്റിസിസം. ഐഡന്റിഫിക്കേഷൻ ഓഫ് വെൻ ആൻഡ് വേർ ആൻ ഇവന്റ് ടുക്ക് പ്ലേസ്, എവിടെ വെച്ചാണോ അല്ലെങ്കിൽ എന്നാണോ ആ സംഭവം നടന്നിട്ടുള്ളത്. ഇതിനെ നമ്മൾ ഐഡന്റിഫിക്കേഷൻ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടൻസ്റ്റലൈസേഷൻ, ഓപ്ഷൻ ബി സോഴ്സിംഗ്, അതുപോലെ തന്നെ കൊറോബറേഷൻ, ഓപ്ഷൻ ഡി നെഗറ്റീവ് ക്രിറ്റിസിസം. ഇവിടത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? കണ്ടൻസ്റ്റലൈസേഷൻ ആണ്. കണ്ടൻസ്റ്റലൈസേഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ എന്താണ് ഈ കണ്ടൻസ്റ്റലൈസേഷൻ എന്നും കൊറോബറേഷൻ എന്നും കൂടി നിങ്ങളൊന്ന് പഠിച്ചു പോകണം. കണ്ടൻസ്റ്റലൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സംതിങ് ബൈ കൺസിഡറിങ് ഇറ്റ് സറൗണ്ടിങ് സർക്കംസ്റ്റാൻസസ്. അതായത് അതും ഒരു സംഭവമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള അതിന്റെ ചുറ്റുപാടുകളിലുമുള്ള ചില സാഹചര്യങ്ങളോ ചില ബന്ധങ്ങളോ ഒക്കെ അനുസരിച്ച് നമ്മൾ ഒരു പ്രോസസ്സിനെ, ഇതിന്റെ ഇൻഫർമേഷനെ മനസ്സിലാക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് വൈ ആൻഡ് വേർ ടേക്ക് പ്ലേസ് ദാറ്റ് പർട്ടിക്കുലർ ഇവന്റ്, അല്ലെ? അതിനെയാണ് നമ്മൾ കണ്ടൻസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. കണ്ടൻസ്റ്റലൈസേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സംതിങ് ബൈ കൺസിഡറിങ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത് എന്തിന്റെ സാഹചര്യത്തിനനുസരിച്ച്, അതിന്റെ ബന്ധങ്ങൾക്കനുസരിച്ച്, അതിന്റെ റിലവന്റ് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഇൻഫർമേഷൻസ് അനുസരിച്ചാണ് നമ്മൾ ഒരു വസ്തുതയെ കണ്ടെത്തുന്നു എങ്കിൽ, ഇല്ലെങ്കിൽ ഒരു കാര്യത്തെ, സംഭവത്തെ കണ്ടെത്തുന്നു എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കണ്ടൻസ്റ്റലൈസേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലാവും? ഒന്നുകൂടെ പറയാം. കണ്ടൻസ്റ്റലൈസേഷൻ is the process of understanding something by considering its surrounding circumstances, its relationship and relevant background of the information. ആ ഇൻഫർമേഷൻ, ആ വിവരവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ബന്ധങ്ങൾ, ചില സാഹചര്യം, ചുറ്റുപാടുമുള്ള ചില സാഹചര്യങ്ങൾക്കും റിലവന്റ് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഇൻഫർമേഷനും അനുസരിച്ചാണ് ഒരു ഇൻഫർമേഷനെ, ഇവന്റിനെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുകയാണെങ്കിൽ, ഐഡന്റിഫിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ അതിനാണ് കണ്ടൻസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. റിസർച്ച് പ്രോസസ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ റിസർച്ച് ഒക്കെ ചെയ്യാനാണെങ്കിൽ കണ്ടൻസ്റ്റലൈസേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കണ്ടൻസ്റ്റലൈസേഷൻ ഇപ്പൊ ആൻസർ ദ ക്വസ്റ്റ്യൻ ഓഫ് വൈ. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, വൈ, എന്തുകൊണ്ട് അത് അങ്ങനെ നടന്നു, വൈ ദാറ്റ് ഹാപ്പൻ, അല്ലെ?
വൈ സംതിങ് ഹാപ്പൻഡ്, എന്തുകൊണ്ടാണ് ആ സംഗതി അങ്ങനെ നടന്നത്, ഇല്ലെങ്കിൽ വേറെ എവിടെ വെച്ചാണ് നടന്നത്, ഇതിനൊക്കെ ഒരു ക്ലിയർ ആയിട്ടുള്ള ആൻസർ നമുക്ക് ലഭിക്കുന്നത് കണ്ടക്ച്വലൈസേഷനിൽ നിന്നായിരിക്കും. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റും കൂടി പഠിച്ചു പോകണം. ചില ചോദിക്കും കൊറോബറേഷൻ എന്താണെന്ന്. എന്താണ് ഈ കൊറോബറേഷൻ എന്ന് പറയുമ്പോൾ? ഇത് എവിഡൻസ് വിച്ച് കൺഫേം ഓർ സപ്പോർട്ട് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്, തിയറി ഓഫ് ഫൈൻഡിങ് കൺഫർമേഷൻ. അപ്പൊ കൊറോബറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇഫ് യു ടെൽ യുവർ, അല്ലെ, നമ്മള് ഫോർ എക്സാമ്പിൾ എവിഡൻസ്, എന്താ പറയുക, നമ്മളെ തെളിവുകളുണ്ടല്ലോ, വിച്ച് കൺഫേം, തെളിവുകളെ കൺഫേം ചെയ്യുക, അതാണ് കൊറോബറേഷൻ എന്ന് പറയുന്നത്. എവിഡൻസ് വിച്ച് കൺഫേം യുവർ എവിഡൻസ്, നിങ്ങളുടെ എവിഡൻസിനെ കൺഫേം ചെയ്യുക. ഓർ സപ്പോർട്ട് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്, ഇതിലുള്ള സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ, ദ തിയറി ഓർ ഫൈൻഡിങ്സ് ഓർ കൺഫർമേഷൻ, ഒരു തിയറിയുടെയോ ഒരു സ്റ്റേറ്റ്മെന്റിന്റെയോ ഒരു ഫൈൻഡിങ്സിന്റെയോ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ എവിഡൻസിനെ നിങ്ങൾ കൺഫേം ചെയ്യുന്നതിനെയാണ് കൊറോബറേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ എന്താണ് കൊറോബറേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. കൊറോബറേഷൻ ഇൻ ഹിസ്റ്ററി, അല്ല, കൊറോബറേഷനെ പിന്നെ എന്താ പറയുന്നത്, ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതാണ് നമുക്ക് വേണ്ടത്, അല്ലെ? ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ നമ്മൾ എങ്ങനെയാണ് കൊറോബറേഷനെ യൂസ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ, കൊറോബറേഷൻ ഹിസ്റ്റോറിക്കൽ റിസർച്ച് വെരിഫൈങ് ദ ആക്യുറസി ഓഫ് ദ സോഴ്സ്. ഇപ്പൊ മനസ്സിലായോ? അതായത് നമ്മൾ അതിന്റെ വെരിഫൈങ് ചെയ്യാണ്, അതിന്റെ ആ ഒരു സോഴ്സ്, നമുക്ക് ലഭിച്ച ഇൻഫർമേഷനെ, അതിന്റെ ആക്യുറസിയെ വെരിഫൈ ചെയ്യാണ് ബൈ കമ്പയറിംഗ് വിത്ത് അതർ ക്രെഡിറ്റഡ് സോഴ്സ്. അപ്പൊ നമുക്കിതിനെ മറ്റുള്ള സോഴ്സുകളുമായിട്ട്, അതായത് നമ്മുടെ ഫൈൻഡിങ്സുകളെ നമ്മള് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രൂവ് ചെയ്യുക എന്ന് പറയുന്നുണ്ടല്ലോ, അത് തന്നെയാണ് കൊറോബറേഷൻ. അതായത് നമുക്കിപ്പോ ഒരു സോഴ്സ് കിട്ടി, ആ സോഴ്സിനെ നിങ്ങൾ തെളിയിക്കുന്നത് എങ്ങനെയാണ്, ഇത് ആക്യുറസി ആണോ എന്ന് നിങ്ങൾ വെരിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇൻഫർമേഷൻ ബൈ കമ്പയറിംഗ് വിത്ത് അതർ ക്രെഡിബിൾ സോഴ്സ്. ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മറ്റു സോഴ്സുകളുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, കമ്പയറിംഗ് ചെയ്യും. അങ്ങനെ കമ്പയറിംഗ് ചെയ്ത് നിങ്ങളുടെ സോഴ്സിന്റെ ആക്യുറസി വെരിഫൈ ചെയ്യുന്നതിനെയാണ് കൊറോബറേഷൻ എന്ന് പറയുന്നത്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പ്രീവിയസ്ലി ഒരുപാട് തവണ ഇത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിത് ഓപ്ഷൻ ആയിട്ടല്ല പറയുന്നത്, നിങ്ങൾ കൂടെ പഠിച്ചു പോകും. കൊറോബറേഷൻ ഇൻ ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഇൻവോൾവ് വെരിഫൈങ് ദ ആക്യുറസി ഓഫ് ദ സോഴ്സ് എന്ന് പറയാം. നമുക്ക് എന്തെന്ന് പറയാം, വെരിഫൈ, അതൊന്ന് പഠിച്ചു വെച്ചോണമേ, വെരിഫൈ ദി ആക്യുറസി ഓഫ് ദ സോഴ്സ്, നമ്മുടെ ആ സോഴ്സിന്റെ ആക്യുറസി ഓഫ് ദ സോഴ്സ്. അപ്പൊ നിങ്ങളൊരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഈ സോഴ്സിന്റെ ആക്യുറസി നമുക്ക് വെറുതെ അങ്ങ് വെരിഫൈ ചെയ്യാൻ കഴിയത്തില്ല. സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ബൈ കമ്പയറിംഗ് ഇറ്റ് വിത്ത് അതർ ക്രെഡിബിൾ സോഴ്സസ്. ഈ കമ്പയറിംഗ് ചെയ്യണം, നമ്മളിവിടെ എന്ത് ചെയ്യണം, കമ്പയറിംഗ് ഇറ്റ് ബൈ അതർ ക്രെഡിബിൾ, കമ്പയറിംഗ് ഇറ്റ് ബൈ അതർ ക്രെഡിബിൾ സോഴ്സ്. മറ്റുള്ള ക്രെഡിബിൾ സോഴ്സുമായിട്ട് നമ്മൾ ഇതിനെ കമ്പയറിംഗ് ചെയ്യണം, അല്ലെ? അങ്ങനെയെങ്കിൽ മാത്രമേ ഒരു സോഴ്സിനെ നമുക്ക് കണ്ടെത്താൻ കഴിയത്തുള്ളൂ. സോ അതിനെയാണ് കൊറോബറേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മനസ്സിലായല്ലോ എന്താണെന്നുള്ളത്? ഇത് നമ്മൾ പ്രീവിയസ്ലി ഒരുപാട് തവണ ഇങ്ങനെ പറഞ്ഞൊക്കെ പോയിട്ടുണ്ട്. ഇനി നെഗറ്റീവ് ക്രിറ്റിസിസത്തിൽ നെഗറ്റീവ് ക്രിറ്റിസിസം ഉണ്ട്. നെഗറ്റീവ് ഫോക്കസ് ഓൺ ഹൈലൈറ്റിംഗ് ഫ്ലോസ് ആൻഡ് എറർസ് വിത്തൗട്ട് എഫറിംഗ് സൊല്യൂഷൻ. സൊല്യൂഷൻ ഇല്ലാതെ നമ്മൾ തികച്ചും അതിന്റെ നെഗറ്റീവ്ലി മാത്രം നോക്കുക. സജഷൻ ഓഫ് ഇംപ്രൂവ്മെന്റ്, അതിനെയാണ് എന്താണെന്നറിയപ്പെടുന്നത്, നെഗറ്റീവ് ക്രിറ്റിസിസം ഇൻ ഹിസ്റ്റോറിക്കൽ റിസർച്ച്. അപ്പൊ എന്താണ് ഒരു ഹിസ്റ്റോറിക്കൽ റിസർച്ചില് നെഗറ്റീവ് ക്രിറ്റിസിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എന്തായിരിക്കും നെഗറ്റീവ് ക്രിറ്റിസിസം? നെഗറ്റീവ് ക്രിറ്റിസിസം ഇൻ ഹിസ്റ്റോറിക്കൽ റിസർച്ച്, അങ്ങനെ തന്നെ ഒരു സ്ക്രൂട്ടനൈസിങ് ചെയ്യാണ്, അല്ലെ? ഹിസ്റ്റോറിക്കൽ സോഴ്സസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ടു ഐഡന്റിഫൈ എറർ. ഇവിടെ നമ്മൾ എറർ കണ്ടുപിടിക്കുക തന്നെയാണ് ഇവിടെ ലക്ഷ്യം. നമ്മളിപ്പം എക്സ്റ്റേണൽ ക്രിറ്റിസിസവും ഇന്റേണൽ ക്രിറ്റിസിസത്തിലും പറഞ്ഞതുപോലെ ഇവിടെ എറർ, പക്ഷെ നമ്മൾ സ്ക്രൂട്ടനൈസിങ് ചെയ്യണം. സ്ക്രൂട്ടനൈസിങ് ദ ഹിസ്റ്റോറിക്കൽസ്, നമുക്ക് ലഭിച്ച സ്കോർസിനെ നമ്മൾ ഒന്നും കൂടി എന്ത് ചെയ്യണം, സ്ക്രൂട്ടനൈസിങ് ചെയ്തു. അങ്ങനെ ഇന്റർപ്രിട്ടേഷൻസ് ടു ഐഡന്റിഫൈ എറർ, സ്ക്രൂട്ടനൈസിങ് ചെയ്തും ഇന്റർപ്രിട്ടേഷൻ ചെയ്തുകൊണ്ടും ഐഡന്റിഫൈ ദ എററിനെ കണ്ടുപിടിക്കുകയാണ്. എറർ ആൻഡ് ബയാസ് ആൻഡ് ഇൻകൺസിസ്റ്റൻസി. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്ന നെഗറ്റീവ് ക്രിറ്റിസിസം. തെറ്റിപ്പോവരുത്, എക്സ്റ്റേണലും ഇന്റേണൽ ക്രിറ്റിസിസത്തിനെ പോലെയാണ് നെഗറ്റീവ് ക്രിറ്റിസിസം. അപ്പൊ നെഗറ്റീവ് ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പറഞ്ഞാൽ മനസ്സിലാക്കാം. നെഗറ്റീവ് ക്രിറ്റിസിസം മീൻസ് സ്ക്രൂട്ടനൈസിങ് ഹിസ്റ്റോറിക്കൽ സോഴ്സസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ടു ഐഡന്റിഫൈ എറർ, ബയാസ് ആൻഡ് ഇൻകൺസിസ്റ്റൻസി. എറർ കണ്ടെത്തുക, ബയാസുകളെ കണ്ടെത്തുക, അതുപോലെ ഇൻകൺസിസ്റ്റൻസി ഉണ്ടോ അതിനെയൊക്കെ സ്ക്രൂട്ടനൈസിങ് ചെയ്ത് ഇന്റർപ്രിട്ടേഷൻ ചെയ്ത് കണ്ടെത്തുകയാണെങ്കിൽ അതിനെയാണ് നെഗറ്റീവ് ക്രിറ്റിസിസം എന്ന് വിളിക്കുന്നത്. മറക്കില്ലല്ലോ നെഗറ്റീവ് ക്രിറ്റിസിസം. നിങ്ങൾ എക്സ്റ്റേണലും ഇന്റേണലും പഠിക്കുമ്പോൾ നെഗറ്റീവ് പഠിക്കാതെ പോകരുത്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് നെഗറ്റീവ് ക്രിറ്റിസിസം. ഞാൻ പറഞ്ഞ മനസ്സിലായി. സ്ക്രൂട്ടനൈസിങ് ഹിസ്റ്റോറിക്കൽ സോഴ്സസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ടു ഐഡന്റിഫൈ ചെയ്യും എങ്ങനെ, എറർ, ബയാസസ് ആൻഡ് ഇൻകൺസിസ്റ്റൻസി. ബയാസസ് ഒക്കെ അറിയാലോ, സബ്ജക്ടിവിറ്റി ഒബ്ജക്ടിവിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്.
അതിനെ കണ്ടെത്തുന്നതാണ് നെഗറ്റീവ് ക്രിറ്റിസിസം എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ദ സെക്കൻഡറി സോഴ്സ് ഓഫ് പർട്ടിക്കുലർ ഹിസ്റ്റോറിക്കൽ റിസർച്ച്. നമ്മൾ ഒരു ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ നമുക്ക് എന്തൊക്കെയുണ്ട്? പ്രൈമറി സോഴ്സും ഉണ്ട്, സെക്കൻഡറി സോഴ്സും ഉണ്ട്. ഐ വിറ്റ്നസ് ഒക്കെ പറയുന്നത് എന്താണ്? പ്രൈമറി സോഴ്സുകളാണ്. പിന്നെ സെക്കൻഡറി സോഴ്സുകളുണ്ട്, പിന്നെ ഡോക്യുമെന്ററി ഉണ്ട്, നോൺ ഡോക്യുമെന്ററി എവിഡൻസും ഉണ്ട്. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളതാണ്. എ സെക്കൻഡറി സോഴ്സ് ഓഫ് ദ പർട്ടിക്കുലർ ഹിസ്റ്റോറിക്കൽ റിസർച്ച്. ഒരു പർട്ടിക്കുലർ ഹിസ്റ്റോറിക്കൽ റിസർച്ചിലെ സെക്കൻഡറി സോഴ്സ് എന്താണ്? ഓപ്ഷൻ എ വിൽ ഓൾവേസ് ബി സെക്കൻഡറി സോഴ്സ് ഫോർ ആർ ഹിസ്റ്റോറിക്കൽ റിസർച്ച്. ഇത് എപ്പോഴും ഓൾവേസ് ഒരു സെക്കൻഡറി സോഴ്സ് ആയിരിക്കും എല്ലാ ഹിസ്റ്റോറിക്കൽ റിസർച്ചിലും. ഓപ്ഷൻ ബി വിൽ ഓൾവേസ് എ പ്രൈമറി സോഴ്സ് ഫോർ ആൾ അതർ ഹിസ്റ്റോറിക്കൽ റിസർച്ച്. പിന്നെ അതായത് ഓപ്ഷൻ എ വന്നിട്ട് വിൽ ഓൾവേസ് ബി സെക്കൻഡറി സോഴ്സ് ഫോർ ആൾ ദ ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ എപ്പോഴും ഒരു സെക്കൻഡറി സോഴ്സ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നതാണോ സെക്കൻഡറി സോഴ്സ്? വിൽ ഓൾവേസ് ബി പ്രൈമറി സോഴ്സ്. ഇത് എപ്പോഴും ഒരു പ്രൈമറി, എല്ലാ അതർ ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ എപ്പോഴും ഒരു പ്രൈമറി സോഴ്സ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നതാണോ? മേ ബി പ്രൈമറി സോഴ്സ് ഫോർ അനദർ ഹിസ്റ്റോറിക്കൽ റിസർച്ച്. എന്നാൽ മറ്റൊരു ഹിസ്റ്റോറിക്കൽ റിസർച്ചിലെ പ്രൈമറി സോഴ്സ് ആകാം, മേ ബി ആകാം, അങ്ങനെയുള്ളതാണ് സെക്കൻഡറി സോഴ്സ്. ഓപ്ഷൻ ഡി കനോട്ട് ബി യൂസ്ഡ് ആസ് എ സോഴ്സ് ഇൻ എനി അതർ ഹിസ്റ്റോറിക്കൽ റിസർച്ച്. മറ്റൊരു ഹിസ്റ്റോറിക്കൽ റിസർച്ചിലും സോഴ്സസ് ആയിട്ട് ഒരിക്കലും ഉപയോഗിക്കാത്തതാണോ സെക്കൻഡറി സോഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് ക്ലാസ്സിലും ഞാൻ എന്താണ് പ്രൈമറി, സെക്കൻഡറി, ഡോക്യുമെന്ററി, നോൺ ഡോക്യുമെന്ററി എന്ന് ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് പഠിക്കാതിരിക്കരുത്. അപ്പൊ ഇവിടെ വന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ മേ ബി പ്രൈമറി സോഴ്സ് ഫോർ അനദർ ഹിസ്റ്റോറിക്കൽ റിസർച്ച്. അപ്പൊ നമ്മൾ ഇവിടുത്തെ 4 ഓപ്ഷനും നിങ്ങൾ ക്ലിയർ ആയിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്, അതായത് 3. മേ ബി പ്രൈമറി സോഴ്സ് ഫോർ അനദർ. ഒരുപക്ഷെ എന്തായിരിക്കാം? മറ്റൊരു ഹിസ്റ്റോറിക്കൽ റിസർച്ചിലെ പ്രൈമറി സോഴ്സ് ആയിരിക്കും സെക്കൻഡറി സോഴ്സ്. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അത് എല്ലാവർക്കും അറിയാന്നുള്ളത്. അതുപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ഇടക്കിടക്ക് ചോദിച്ചു പോകാറുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് സിഗിലോഗ്രാഫിയാണ്. സിഗിലോഗ്രാഫി ചോദിക്കുമ്പോൾ നിങ്ങൾ ന്യൂമിസ്മാറ്റിക്കും പഠിക്കണം. കോയിൻ കളക്ഷൻസ്, നമ്മുടെ പിന്നെ കോയിൻസുകളെ കുറിച്ചിട്ടുള്ള സ്റ്റഡി വിളിക്കുന്ന പേരെന്താണ്? ന്യൂമിസ്മാറ്റിക്സ്. ഇത് ഇടക്കിടക്ക് ഞാൻ പറഞ്ഞു പോകുന്നതാണ്. ന്യൂമിസ്മാറ്റിക്കും എപ്പിഗ്രാഫി, പാലിയോഗ്രാഫി, പിന്നെ ഇതെപ്പോഴും ചോദിക്കും. അതുപോലെ ഒന്നാണ് സിഗിലോഗ്രാഫി. സിഗിലോഗ്രാഫി ദ സ്റ്റഡി ഒഫീഷ്യൽ ഡോക്യുമെന്റ്, സ്റ്റാമ്പ്, സീല്, കേവ്സ്. എന്തിനെ കുറിച്ചുള്ള ഒഫീഷ്യൽ സ്റ്റഡിയാണ് സിഗിലോഗ്രാഫി? സീലുകളെ കുറിച്ചാണ് എപ്പോഴും ചോദിക്കുക. ഏതെങ്കിലും ഒരു സ്റ്റഡി ചോദിക്കും എല്ലാ വർഷവും. ഹു റോട്ട് ദ ഫേമസ് എസേ ക്ലിസേമോസ്? ക്ലിസേമോസ് എന്നറിയപ്പെടുന്ന ഫേമസ് ആയിട്ടുള്ള ബുക്ക് രചിച്ചത് ആരാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആരായിരിക്കും? ക്ലിസേമ്യൂസ് എന്നറിയപ്പെടുന്ന ഫേമസ് എസേ, ഒരു എസേ ആണ് ഫേമസ് എസേ, ക്ലിസേമ്യൂസ്. ഓപ്ഷൻ എ ഹെൻറി പ്രിനി ആണോ? ഓപ്ഷൻ ബി മാർക്ക് ബ്ലോക്ക് ആണോ? ഓപ്ഷൻ സി വന്നിട്ട് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി വന്നിട്ട് ഓസ്വാൾഡ് സ്പെംഗ്ലർ ആണോ? ഓപ്ഷൻ ഡി GM ട്രാവലൻ ആണോ ക്ലിസേമോസ് രചിച്ചത്? ക്ലിസേമ്യൂസ് എന്നറിയപ്പെടുന്ന ഫേമസ് എസേയുടെ ഓതർ അല്ലെങ്കിൽ അത് റൈറ്റ് ചെയ്തത്, അത് എഴുതിയത് ആരാണെന്ന് അറിയാമോ? GM ട്രാവലൻ ആണ് കേട്ടോ. ക്ലിസേമ്യൂസ് എന്ന ഫേമസ് എസേ റൈറ്റ് ചെയ്തത് നിങ്ങൾ ഓതേർഡ് ബൈ GM ട്രാവലൻ ആണ്. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇവിടെ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. GM ട്രാവലൻ, ഹി റോട്ട് ദ ഫേമസ് എസേ ബൈ ക്ലിസേമ്യൂസ്. ക്ലിസേമ്യൂസ് എന്ന ഫേമസ് ആയിട്ടുള്ള എസേ രചിച്ച ആരാണ്? GM ട്രാവലൻ ആണ്, മറക്കില്ലല്ലോ. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ. ദ അപ്രോച്ച് ഇൻ ഹിസ്റ്റോറിയോഗ്രാഫി വിച്ച് ബോസ്റ്റഡ് ദാറ്റ് ഇറ്റ് മേഡ് ഹിസ്റ്ററി ആസ് എ സയൻസ്. താഴെ തന്നിരിക്കുന്നതിൽ ഏത് അപ്രോച്ചിലൂടെയാണ് ചരിത്രത്തെ തികച്ചും ഒരു ശാസ്ത്രമായി പരിഗണിച്ചത്? ഒരുപാട് നമ്മൾ പഠിച്ചു, ഒരുപാട് സയന്റിഫിക് ഫീൽഡ് ഓഫ് ഹിസ്റ്റോറീസ് ഒക്കെ നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട്. ദ അപ്രോച്ച് ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി, ഹിസ്റ്റോറിയോഗ്രാഫിയിലൂടെ ഏത് അപ്രോച്ചിലൂടെയാണ് വിച്ച് ബോസ്റ്റഡ് ദാറ്റ് ഇറ്റ് മേഡ് ഹിസ്റ്ററി ആസ് എ, ചരിത്രം ഒരു തികച്ചും ശാസ്ത്രീയ സയന്റിഫിക്കലി തെളിയിക്കാൻ കഴിയുന്നതാണ് എന്ന് തെളിയിക്കപ്പെട്ടത് ഏതിലൂടെയാണ്? റൊമാന്റിസം, ഓപ്ഷൻ ബി സ്ട്രക്ചറലിസം, ഓപ്ഷൻ സി പോസിറ്റിവിസം, ഓപ്ഷൻ ഡി ടോട്ടൽ ഹിസ്റ്ററി. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ സി പോസിറ്റിവിസം ഈസ് ദ കറക്റ്റ്. പോസിറ്റിവിസം ഹിസ്റ്റോറി എന്ന് പറയുന്നത് എന്താണ്? ടു അപ്രോച്ച് ടു എംബസൈസ് ഇമ്പോർട്ടൻസ് എംപിരിക്കൽ എവിഡൻസ്. ഇവിടെ നമ്മൾ പോസിറ്റിവിസം നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്താണ്? എംപിരിക്കൽ. നമ്മൾ ഇനിയിപ്പോ നിങ്ങൾ വേറെ മൊഡ്യൂളിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. എംപിരിക്കൽ എവിഡൻസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മുടെ അനുഭവത്തിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന അറിവുകൾക്കാണ്. എംപിരിക്കൽ എവിഡൻസ് ആൻഡ് ഒബ്സർവബിൾ ഫാക്ട്. നമ്മൾ നിരീക്ഷിച്ച്
അതിലൂടെ കണ്ടെത്തുന്ന എവിഡൻസുകൾ, ഫാക്ടുകൾ, ടു റീകൺസ്ട്രക്ട് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ പാസ്റ്റ്. നമ്മൾ ആക്ച്വലി ഹിസ്റ്ററിയിലൂടെ നമ്മൾ എന്താണ്, വി അണ്ടർസ്റ്റാൻഡിങ് ദ പാസ്റ്റ് വിത്ത് യുവർ എവിഡൻസ്, വിത്ത് ഹെൽപ്പ് ഓഫ് യുവർ ഫാക്ട്സ്, വിത്ത് വി ഗെറ്റ് ലോട്ട് ഓഫ് സോഴ്സസ്. ഇതിലൂടെയൊക്കെയാണ് നമ്മൾ പാസ്റ്റിനെ നമ്മൾ മനസ്സിലാക്കുന്നത്. ബട്ട് ഇത് പോസിറ്റിവിസം, നമ്മൾ ഈ ഹൗ ക്യാൻ വി അണ്ടർസ്റ്റാൻഡിങ് ഓർ റീകൺസ്ട്രക്ട് ദ പാസ്റ്റ്, നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അല്ലെ, റീകൺസ്ട്രക്ട് ചെയ്ത് എടുക്കുന്നത് എങ്ങനെയാണ്, എംപിരിക്കൽ എവിഡൻസ് ആൻഡ് ഒബ്സർവബിൾ ഫാക്ട്. എംപിരിക്കൽ നമ്മുടെ അനുഭവത്തിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന തെളിവിലൂടെയും ഒബ്സർവബിൾ ആയിട്ടുള്ള നിരീക്ഷണത്തിന് വിധേയമായിട്ടുള്ള ഫാക്ടുകളിലൂടെയും വി റീകൺസ്ട്രക്ട് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ ഫാക്ട്. അങ്ങനെ നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്യുകയും അണ്ടർസ്റ്റാൻഡിങ് ദ പാസ്റ്റിനെ മനസ്സിലാക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്ന പോസിറ്റിവിസം എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ല പോസിറ്റിവിസം എന്താണെന്ന്? അപ്പൊ ഇത് നിങ്ങൾ വ്യക്തമായിട്ട് തന്നെ പഠിച്ചു വയ്ക്കേണ്ടിയിട്ടുള്ള ഒരു മേഖലയാണ് പോസിറ്റിവിസം. ഓക്കെ, അപ്പൊ അത് മറക്കാതെ അങ്ങോട്ട് പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന മറ്റൊരു ടോപ്പിക്കാണ് ടോട്ടൽ ഹിസ്റ്ററി ഓർ ഹിസ്റ്റോറിക്കൽ. ടോട്ടൽ refers to historical approach that emphasize holistic and comprehensive understanding of the past. ടോട്ടൽ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ ഹിസ്റ്ററി എങ്ങനെ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ഓപ്ഷൻ മറക്കല്ലേ. ടോട്ടൽ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ ഹിസ്റ്ററിയെ മനസ്സിലാക്കുന്ന ഹോളിസ്റ്റിക് അപ്രോച്ച്, സമഗ്രമായിട്ടും കോംപ്രഹെൻസീവ് ആയിട്ടും അണ്ടർസ്റ്റാൻഡിങ് ദ പാസ്റ്റ്. ഇപ്പൊ നമ്മൾ പോസിറ്റിവിസത്തിൽ നമ്മൾ റീകൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ദ പാസ്റ്റ് വിത്ത് ദ ഒബ്സർവബിൾ ഫാക്ടിലൂടെയും അല്ലെ എംപിരിക്കൽ എവിഡൻസിലൂടെയുമാണ് പാസ്റ്റിനെ മനസ്സിലാക്കുന്നത്. ദാറ്റ് ഈസ് ദ പോസിറ്റിവിസം. ബട്ട് ടോട്ടൽ ഹിസ്റ്ററി വി അണ്ടർസ്റ്റാൻഡിങ് ദ യുവർ പാസ്റ്റ്, നമ്മൾ പാസ്റ്റിനെ, നമ്മള് ഭൂതകാലഘട്ടത്തെ, ചരിത്രത്തെ മനസ്സിലാക്കുന്ന എങ്ങനെയാണ്, വി ഹോളിസ്റ്റിക്കലി ഓർ കോംപ്രഹെൻസീവ്ലി അണ്ടർസ്റ്റാൻഡിങ് ദ പാസ്റ്റ്. നമ്മൾ തികച്ചും സമഗ്രമായിട്ട് ഹോളിസ്റ്റിക്കലി ആണ് നമ്മളെ പാസ്റ്റിനെ നമ്മൾ മനസ്സിലാക്കുന്നു എങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ടോട്ടൽ ഹിസ്റ്ററി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ ഇറ്റ് എൻകമ്പോസസിങ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ദ സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് എൻവയോൺമെന്റ്. ഇവിടെ നമ്മൾ വി എൻകമ്പോസിങ് ഓൾ ആസ്പെക്ട്സ് ഓഫ് സൊസൈറ്റിയിലെ എല്ലാ വശങ്ങളെയും അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റിന്റെ എല്ലാ വശങ്ങളും ഇതിലൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ടോട്ടൽ ഹിസ്റ്ററി. മനസ്സിലായല്ലോ? ആ ഒരു കാര്യം നിങ്ങൾ എടുത്ത് തന്നെ പഠിച്ചു പോകേണ്ടതാണ് കേട്ടോ. എന്താണ് ഈ ടോട്ടൽ ഹിസ്റ്ററി എന്നറിയപ്പെടുന്ന ഒരു സാഹചര്യം. ഇനി ഈ ടോട്ടൽ ഹിസ്റ്ററി എന്നറിയപ്പെടുന്ന കോൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് അനൽസ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫിയാണ്. ആരാണ്? അതും മറക്കല്ലേ, നമ്മളിനി ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ പഠിക്കുമ്പോൾ പഠിക്കും. അനൽസ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി. അനൽസ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി ആണ് ഈ ടോട്ടൽ ഹിസ്റ്ററി എന്നറിയപ്പെടുന്ന കോൺസെപ്റ്റിനെ കൊണ്ടുവന്നത്. ആരാണ്? അനൽസ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി. മറക്കല്ലേ, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അനൽസ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി ആണ്. അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്കും കൂടി നമ്മൾ കടന്നു പോവുകയാണ്. എന്താണ് ദ ഏജ് ഓഫ് പ്ലാന്റ് ഫോസിൽ ഈസ് ഡിറ്റർമിൻഡ് ബൈ? ദ ഏജ് ഓഫ് പ്ലാന്റ് ഫോസിൽസ്, പിന്നെ പ്ലാന്റുകളുടെ ഫോസിൽ നിർണ്ണയം നടത്തുക, ഏജ് ഓഫ് പ്ലാന്റ്, അതായത് പ്ലാന്റുകളുടെ ഏജിനെ ഫോസിൽ നിർണ്ണയം നടത്തുകയാണെങ്കിൽ അത് ഏതിലൂടെ ആയിരിക്കും? ഹെറാൾഡ്രയിലൂടെയാണ്. ഓപ്ഷൻ ബി സിഗിലോഗ്രാഫി, ഓപ്ഷൻ ബി പാലിയോഗ്രാഫി, ഓപ്ഷൻ ഡി പാലിയോ ബോട്ടണി. ഏതിലൂടെയാണ്? പ്ലാന്റുകളുടെ ഏജിനെ ഫോസിൽ നിർണ്ണയം നടത്തുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്തായിരിക്കും? സിഗിലോഗ്രാഫി ആണോ, ഹെറാൾഡ്രൈ ആണോ? ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? പാലിയോ ബോട്ടണി ആണ്. പാലിയോ ബോട്ടണി ഈസ് ദ സ്റ്റഡി ഓഫ് ഏൻഷ്യന്റ് പ്ലാന്റ്. ആക്ച്വലി ഈ പാലിയോ ബോട്ടണി എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാമോ? ഏൻഷ്യന്റ് പ്ലാന്റുകളെ കുറിച്ചിട്ടുള്ള സ്റ്റഡീസ് ആണ്. സോ ഇറ്റ് ഈസ് ഫീൽഡ് ദാറ്റ് വേൾഡ് വുഡ് ഫോക്കസ് ഓൺ ഡിറ്റർമിനിങ് ദ ഏജ് ഓഫ് ദ പ്ലാന്റ്. അതായത് പ്ലാന്റിന്റെ ഏജിനെ നിർണ്ണയിക്കുന്ന ഫോസിൽ നിർണ്ണയം നടത്താറുണ്ടല്ലോ നമ്മൾ അല്ലെ. അപ്പൊ ഇങ്ങനെ ഫോസിൽ നിർണ്ണയം നടത്തുന്ന പേരിനെ വിളിക്കുന്ന പേരാണ് പാലിയോ ബോട്ടണി. മറക്കല്ലേ, അത് നമുക്ക് ഹിസ്റ്ററിയിൽ ഒരു പ്രാവശ്യം 1 or 2 തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ക്വസ്റ്റ്യനൊക്കെ തന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കൂടെ കടന്നു പോകാം. ഏതായിരിക്കും? പ്ലാജരിസം. പ്ലാജരിസം ഈസ് വെരി ക്രൂഷ്യൽ പാർട്ട് ഓഫ് ദ ഹിസ്റ്റോറിക്കൽ റിസർച്ച്. വി നോ ദാറ്റ് അല്ലെ. നമുക്ക് കോപ്പിയടി എന്ന് പറയുന്നതും എന്താ പറയുന്നത്, നമ്മുടെ ചരിത്ര ഗവേഷണം നടത്തുന്ന സമയത്ത് ആസ് എ ഹിസ്റ്റോറിക്കൽ റിസർച്ചർ എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് നിങ്ങളുടെ കോപ്പി അടിക്കുക എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അതുകൊണ്ട് ഞാൻ നമ്മൾ അധികം പോകേണ്ട. ഓപ്ഷൻ എ ഇൻവാലിഡ് ആർഗ്യുമെന്റ് ആണോ, ഹാസ്റ്റി ജനറലൈസേഷൻ ആണോ, സി പ്രാക്ടീസ് ഓഫ് കോപ്പിംഗ് സമൺ എൽസ് വർക്ക് ഓർ ഐഡിയ, മറ്റൊരാളിന്റെ വർക്കോ ഐഡിയാസുകളോ നമ്മൾ കോപ്പി ചെയ്യുന്നതിനെയാണ് നമ്മൾ. എന്നാലും നിങ്ങളുടെ അടുത്ത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ നമുക്ക് ഏകദേശം ഒരു 5% നമുക്ക് കോപ്പി ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു 12% എബോ പോവുകയാണെങ്കിൽ നമ്മുടെ വർക്കിനെ റിജക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ. ബിക്കോസ് നിങ്ങൾ ഹിസ്റ്ററിക്കാരായതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കുക.
ഇനി നമുക്ക് അടുത്ത വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. റിഗാർഡിംഗ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹിസ്റ്ററി ആൻഡ് ജോഗ്രഫി. ചരിത്രത്തിന്റെയും എന്താ പറയുക, ഹിസ്റ്ററിയുടെയും ജോഗ്രഫിയുടെയും ബന്ധത്തെ കുറിച്ചിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്. ഹു സ്റ്റേറ്റഡ് ദാറ്റ് ഹിസ്റ്റോറിയൻ ഓൾവേസ് ഹാസ് എ മാൻ അറ്റ് ഹിസ് എൽബോ. ഹിസ്റ്റോറിയൻ ഓൾവേസ് ഹാവ് എ മാപ്പ് അറ്റ് ഹിസ് എൽബോ. ഹിസ്റ്റോറിയൻ എപ്പോഴും ഓൾവേസ് ഹാവ് എ മാപ്പ് അറ്റ് ഹിസ് എൽബോ എന്ന് ഡെഫിനിഷൻ കൊടുത്തത് ആരാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഓപ്ഷൻ എ വന്നിട്ട് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണോ, ഓപ്ഷൻ ബി മൊണ്ടസ്ക്യൂ, ഓപ്ഷൻ സി റെനിയർ, ഓപ്ഷൻ ഡി ഹണ്ടിങ്ടൺ. ആരാണ്? ഹണ്ടിങ്ടൺ ആണോ? സോ ദ കറക്റ്റ് ആൻസർ ഇവിടുത്തെ ഏതാണ്? ഹി റിഗാർഡ്ലെസ്. അദ്ദേഹം പറഞ്ഞൊരു ഹി റിഗാർഡിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹിസ്റ്ററി ആൻഡ് ജോഗ്രഫി ഹു സ്റ്റേറ്റഡ് ദാറ്റ് എ ഹിസ്റ്റോറിയൻ ഓൾവേസ് ഹാസ് എ മാപ്പ് അറ്റ് ഹിസ് എൽബോ. ഹിസ്റ്റോറിയൻ ഓൾവേസ് ഹാസ് എ map at his elbow. He stated that option A is the correct answer. അലക്സാണ്ടർ വോൺ ഹംബൾട്ട് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ ആരാണ് ഈ ഒരു ഡെഫിനിഷൻ കൊണ്ടുവന്നത്? ഈ ഒരു ഡെഫിനിഷനെ കുറിച്ച് പറഞ്ഞത് ഹിസ്റ്ററി ആൻഡ് റിലേഷൻഷിപ്പ് between history and geography who stated that historian always have a map at his elbow stated by അലക്സാണ്ടർ ഓൺ ഹംബൾട്ട് ആണ്. അത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കൂടെ കടക്കാം. വളരെ പ്രാധാന്യം അറിയിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഏതായിരിക്കും? ദ ലിസ്റ്റ് ഓഫ് വേർഡ്സ് ആൻഡ് ഫ്രൈസസ് ആൻഡ് അസോസിയേറ്റഡ് പോയിന്റേഴ്സ് അറേഞ്ച്ഡ് ഇൻ ആൻ alphabetical order to where the useful material relating to that heading can be found in the book is called. അതായത് the list of words and phrases, കുറച്ച് എന്താണ് ഒരുപാട് ലിസ്റ്റുകൾ, വേർഡ്സുകളും ഫ്രൈസസുകളും ഉൾപ്പെട്ട, ഫ്രൈസസുകളും വേർഡ്സുകളും ഉൾപ്പെട്ട അസോസിയേറ്റഡ് പോയിന്റേഴ്സുകളും ഒക്കെ തന്നെ നമ്മൾ ഒരു ആൽഫബറ്റിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വച്ചിരിക്കുകയാണ്. പിന്നെ ഓർഡർ ടു വെയർ ദ യൂസ്ഫുൾ മെറ്റീരിയൽ റിലേറ്റഡ് ദാറ്റ് ഹെഡിങ് ക്യാൻ ബി ഫൗണ്ട്. യൂസ്ഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസിനെ നമുക്ക് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഹെഡിങ് ക്യാൻ ബി ഫൗണ്ട് ഇൻ ദ ബുക്ക്. അങ്ങനെ ഒരു പ്രത്യേകപരമായിട്ടുള്ള സ്ഥലം നമ്മൾ എടുത്തിട്ട് നമുക്ക് അത്യാവശ്യകരമായിട്ടുള്ള ബുക്സുകളെയും വേർഡുകളെയും ഫ്രൈസസുകളും അസോസിയേറ്റഡ് പോയിന്റേഴ്സും ആൽഫബറ്റിക്കൽ ഓർഡറിൽ പോയിന്റ് ചെയ്തിരിക്കുന്ന ഒരു ബുക്കുണ്ട്. ആ സ്ഥലത്തെ വിളിക്കുന്ന പേരെന്താണ്? എൻഡ് നോട്ടുകൾ എന്നാണോ, പ്രിഫൈസ് എന്നാണോ? ആമുഖമാണ് പ്രിഫൈസ്, അതെന്തായാലും വരത്തില്ല. പിന്നെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഇവിടെ തോന്നാൻ ചാൻസ് ഉള്ളത് ബിബ്ലിയോഗ്രാഫി അല്ല. ബിബ്ലിയോഗ്രാഫി അറിയാലോ, പിന്നെ റെഫറൻസ് ആണ് ബിബ്ലിയോഗ്രാഫി എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടിട്ടുള്ള വേർഡുകളും ഫ്രൈസസുകളും അസോസിയേറ്റ് പോയിന്റുകളും അറേഞ്ച് ചെയ്തിരിക്കുന്ന എങ്ങനെ ഒരു ആൽഫബറ്റിക് ഓർഡർ ടു വേർ ദ യൂസ്ഫുൾ മെറ്റീരിയൽ റിലേറ്റഡ് ടു ദാറ്റ് ഹെഡിങ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യൂസ്ഫുൾ മെറ്റീരിയൽ, ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള യൂസ്ഫുൾ മെറ്റീരിയലുകളും അതിന്റെ ഹെഡിങ്ങുകളും നമുക്ക് എവിടെ കണ്ടെത്താൻ കഴിയും? ഈ ഫൗണ്ട് ഇൻ ദ ബുക്ക്. ഒരു ബുക്കിന്റെ അകത്ത് കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ, അല്ല, ഏറ്റവും വേണ്ടപ്പെട്ട കാര്യങ്ങൾ അതിന്റെ ഹെഡിങ്സുകൾ മാത്രം എഴുതി ഒരു ആൽഫബറ്റിക് ഓർഡറിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? അതിന് ഹെഡിങ്സ്. നമുക്ക് വേണമെങ്കിൽ ഒറ്റ അടിക്കുന്നതിന് ഹെഡിങ്സുകൾ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വേർഡുകളും ഫ്രൈസസുകളും അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റുകളും ഒരു ഹെഡിങ് രൂപത്തിൽ ബുക്കിൽ കുറിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്? അതിനെയാണ് നമ്മൾ ഇൻഡെക്സുകൾ എന്ന് വിളിക്കുന്നത്. ഇൻഡെക്സുകളുമായിട്ട് ബന്ധപ്പെടുത്തി ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതായിരിക്കും? ഇൻഡെക്സുകൾ എന്നുള്ളതാണ്. ലിസ്റ്റ് ഓഫ് വേർഡ്സ് ആൻഡ് ഫ്രൈസസ് അസോസിയേറ്റഡ് പോയിന്റേഴ്സ് അറേഞ്ച്ഡ് ഇൻ ദ ആൽഫബറ്റിക് ഓർഡർ ടു വെയർ യൂസ്ഫുൾ മെറ്റീരിയൽസ് റിലേറ്റിംഗ് ഹെഡിങ് ഓഫ് ദ ഫൗണ്ട് ഇൻ ദ ബുക്ക് ഈസ് കാൾഡ്. അപ്പൊ എന്നെ വിളിക്കുന്ന പേരെന്താണ്? ബുക്ക് ഈസ് കാൾഡ് ഇൻഡെക്സുകൾ എന്നാണ് വിളിക്കുന്നത്. ബുക്ക് ഈസ് കാൾഡ് ഇൻഡെക്സ്. അതായത് ദ ലിസ്റ്റ് ഓഫ് വേർഡ്സ് ഓർ ഫ്രൈസ് ഹെഡിങ്സ്. നമുക്ക് ഒറ്റ അടിക്കാൻ ഫ്രൈസസുകൾ വേണമെങ്കിൽ ഹെഡിങ്സുകൾ എന്ന് പറയും. യൂഷ്വലി പേജ് നമ്പറുകളും ദാറ്റ് ഇൻഡിക്കേറ്റ് വേർ ദ യൂസ്ഫുൾ മെറ്റീരിയൽ റിലേറ്റഡ് ദാറ്റ് ഹെഡിങ്സ്. ആ ഹെഡിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള യൂസ്ഫുൾ മെറ്റീരിയൽസുകൾ ഉണ്ടോ എന്ന് നമുക്ക് ആ ബുക്കിലൂടെ ഫൈൻഡ് ചെയ്തെടുക്കാൻ കഴിയും. ഇങ്ങനെയുള്ള പാർട്ടിനെ വിളിക്കുന്ന പേരാണ് എന്തെന്നറിയപ്പെടുന്നത്? ബുക്ക് ഇൻഡെക്സുകൾ എന്നാണ് വിളിക്കുന്നത്. ബുക്ക് ഇൻഡെക്സുകൾ. ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ ബുക്ക് ഇൻഡെക്സുകൾ എന്താണെന്ന്? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു പാർട്ടിലേക്ക് കൂടെ കടന്നു പോകാം. ബുക്ക് ഇൻഡെക്സിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ആ ഒരു ക്ലാസ്സിൽ പഠിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് അധികം പറഞ്ഞു പോകാത്തത്. ഇനി അക്കോർഡിംഗ് ടു അഗസ്റ്റ് കോംറ്റെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു അഗസ്റ്റ് കോംറ്റെ ദ മെത്തേഡ്സ് ഓഫ് ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ് ദ മെത്തേഡ് ഓഫ് ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ് എങ്ങനെ ആയിരിക്കണം എന്നാണ് അഗസ്റ്റ് കോംറ്റെ പറഞ്ഞിട്ടുള്ളത്. അഗസ്റ്റ് കോംറ്റെ നിങ്ങൾക്ക് അറിയാം, ദ ഫാദർ ഓഫ് സോഷ്യോളജി ആണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അക്കോർഡിംഗ് ടു അഗസ്റ്റ് കോംറ്റെ ദ മെത്തേഡ്സ് ഓഫ് ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസിന്റെ മെത്തേഡുകൾ എങ്ങനെ ആയിരിക്കണം? ഓപ്ഷൻ എ ഒബ്സർവേഷൻ മെത്തേഡ്, ഓപ്ഷൻ ബി കമ്പാരിറ്റീവ് മെത്തേഡ്, ഓപ്ഷൻ സി എക്സ്പെരിമെന്റൽ മെത്തേഡ്, ഓപ്ഷൻ ഡി ഓൾ ദ എബോവ്. ഇവിടെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? ഓൾ ദ എബോവ് ഇസ് ദ കറക്റ്റ് ആൻസർ. ഇപ്പൊ ഈ ഒബ്സർവേഷനും കമ്പാരിറ്റീവും എക്സ്പെരിമെന്റൽ അതായത് ഈ തന്നിരിക്കുന്ന എല്ലാ മെത്തേഡും ഒരു ഹിസ്റ്റോറിക്കൽ മെത്തേഡിന്റെ പാർട്ടായിരിക്കണമെന്ന് പറഞ്ഞത് ആരായിരിക്കും? അഗസ്റ്റ് കോംറ്റെ ആണ്. ഓക്കെ ആണല്ലോ. അഗസ്റ്റ് കോംറ്റെയുടെ
ഈ ഒരു അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഈ ഒബ്സർവേഷൻ മെത്തേഡും കമ്പാരിറ്റീവും എക്സ്പെരിമെന്റൽ മെത്തേഡും എല്ലാ മെത്തേഡുകളും കൂടി ആയിരിക്കണം ഹിസ്റ്റോറിക്കൽ സ്റ്റഡി നടത്തണം. സോ ദ കറക്റ്റ് ആൻസർ ഓൾ ദ എബോ ആണ് കേട്ടോ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്കും കൂടി കടന്നു പോകാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കാര്യം. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ റിസർച്ച്? താഴെ തന്നിരിക്കുന്നവയിൽ ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ളത് ഏതാണ്? ഡിറ്റർമിനിസം, ഓപ്ഷൻ 2 റാഷണലൈസം, ഓപ്ഷൻ 2 ടു ഫൈൻഡ് ഔട്ട് ദ ട്രൂത്തിനെ കണ്ടെത്തുകയാണ്. ഒബ്ജക്റ്റീവ്സും സബ്ജക്റ്റീവിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് അറിയാം. ടു ഗെയിൻ ദ ന്യൂ ഇൻസൈറ്റ് കണ്ടെത്തുകയാണോ? ടു ഇൻവെസ്റ്റിഗേറ്റ് മോറൽ ബിഹേവിയർ, ഇൻഡിവിജ്വലിന്റെ മോറൽ ബിഹേവിയർ കണ്ടെത്തുകയാണോ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ? ടു ഇംപ്രൂവ് ദ ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഓഫ് ദ റിസർച്ചർ, റിസർച്ചറിന്റെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി കണ്ടെത്തുന്നതാണോ ഒബ്ജക്റ്റീവ്സ് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത്? അപ്പൊ ഇവിടെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും. ടു ഫൈൻഡ് ഔട്ട് ദ ട്രൂത്ത്, to gain the new findings is the correct objectives of research. So the correct answer option 3 and 4 is the correct answer. നമ്മൾ സത്യത്തെ കണ്ടെത്തുക, പുതിയ ഇൻസൈറ്റുകൾ, പുതിയ എന്താ പറയുന്ന ഇൻസൈറ്റുകളെ, ന്യൂ ഇൻസൈറ്റുകളെ നേടിയെടുക്കുക, ഇതിനെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് റിസർച്ച് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് കൂടെ കടക്കാം. ടു ഡിഫൈൻ ഹിസ്റ്ററി ആസ് ദ സ്റ്റോറി ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ് ആൻഡ് ടൂൾ ടു ടീച്ച് അസ് ദ ഹ്യൂമൻ റീസൺ. ഹിസ്റ്ററി ആസ് ദ അടുത്തൊരു ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് ഹു ഡിഫൈൻ ഹിസ്റ്ററി ആസ് ദ സ്റ്റോറി ഓഫ് ഹ്യൂമൻ, മനുഷ്യന്റെ നിലനിൽപ്പിനെ കുറിച്ചുള്ള പഠനമാണ് ചരിത്രമെന്നും, ആൻഡ് ടൂൾ ടു ടീച്ച് എ ഹ്യൂമൻ റീസൺ, മനുഷ്യനും അവന്റെ കാര്യകാരണങ്ങളും കണ്ടെത്തുന്ന ഒരു ടൂളാണ്, ഉപകരണമാണ്. മനുഷ്യനും അവന്റെ യുക്തിയും ഹ്യൂമൻ റീസനെ കണ്ടെത്തുന്ന ഒരു ടൂളാണ് ചരിത്രം എന്ന് പറഞ്ഞത് ആരാണ്? G.R. Elton. ഓപ്ഷൻ ബി റാങ്കെ, ഓപ്ഷൻ ബി അർണോൾഡ് ടോൺബി, ഓപ്ഷൻ ഡി മാർക്ക് ബ്ലോക്ക്. സോ ദ കറക്റ്റ് ആൻസർ, ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ മാർക്ക് ബ്ലോക്ക് ഈസ് ദ കറക്റ്റ് ആൻസർ. മാർക്ക് ബ്ലോക്ക് ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്തൊരു ക്വസ്റ്റിലേക്ക് കൂടെ നമുക്ക് കടക്കാം. ഡോക്യുമെന്റേഷൻ ഈസ് യൂസ്ഡ് ടു എൻഹാൻസ്. ഡോക്യുമെന്റേഷൻ ഈസ് യൂസ്ഡ് ടു എൻഹാൻസ്. ഡോക്യുമെന്റേഷൻ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഓതന്റിസിറ്റി, ഒബ്ജക്ടിവിറ്റി, വാല്യൂ ജഡ്ജ്മെന്റ്, സബ്ജക്ടിവിറ്റി. സോ ദ കറക്റ്റ് ആൻസർ ഓതന്റിസിറ്റി കണ്ടെത്തുന്നതിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡോക്യുമെന്റേഷൻ ഈസ് യൂസ്ഡ് ടു എൻഹാൻസ് ഓതന്റിസിറ്റി. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റിലേക്ക് നമുക്ക് കടക്കാം. ദ ടേം ഫിലോസഫി ഓഫ് ഹിസ്റ്ററി, ഓതന്റിസിറ്റി നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ, നിങ്ങൾക്കറിയാം. ഡോക്യുമെന്റേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? ഓതന്റിസിറ്റിക്കാണോ? ഒബ്ജക്ടിവിറ്റി, വാല്യൂ ജഡ്ജ്മെന്റ്, സബ്ജക്ടിവിറ്റി. ഡോക്യുമെന്റേഷൻ ഈസ് യൂസ്ഡ് ടു ഓതന്റിസിറ്റി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഹു ഇസ് ദ ഓഥർ ഓഫ് ദ ബുക്ക് റീതിങ്കിങ് ഹിസ്റ്ററി? ഹു ഇസ് ദ ഓഥർ ഓഫ് ദ ബുക്ക് റീതിങ്കിങ് ഹിസ്റ്ററി എന്നറിയപ്പെടുന്ന ബുക്ക് ആരാണ് രചിച്ചിട്ടുള്ളത്? റീതിങ്കിങ് ഹിസ്റ്ററി രചിച്ചത് ആരാണ്? കെയ്ത്ത് ജെൻകിൻസ് ആണോ? ഓപ്ഷൻ ബി അർണോൾഡ് ടോൺബി, ഓപ്ഷൻ സി മാർവിക്ക്, ഓപ്ഷൻ ഡി മൈക്കിൾ ഫിഷെ. ഓക്കെ, ആരായിരിക്കും ഇത് ഒരുപാട് തവണ ചോദിച്ചതാണ് കേട്ടോ. റീതിങ്കിങ് ഹിസ്റ്ററി എന്ന പുസ്തകം രചിച്ചത് കെയ്ത്ത് ജെൻകിൻസ് ആണ്, മറക്കല്ലേ, കെയ്ത്ത് ജെൻകിൻസ്. അടുത്തത്, ദ ടൈം ഫിലോസഫി ഓഫ് ഹിസ്റ്ററി വാസ് കോയിൻഡ് ബൈ. ഫിലോസഫി ഓഫ് ഹിസ്റ്ററി കോയിൻ ചെയ്ത ആരാണ്? ഓപ്ഷൻ എ വോൾട്ടയർ, ഓപ്ഷൻ സി ഫ്രാൻസിസ്കോ ഗാരിബാൾഡി, ഫ്രാൻസിസ്കോ ഗുസിയാർഡിനി ആണ് കേട്ടോ. ഫ്രാൻസിസ്കോ ഗുസിയാർഡിനി. ഓപ്ഷൻ ഡി മാക്യുവെല്ലി, ഓപ്ഷൻ ഡി റൂസോ. ഒന്നും കൂടി, the time philosophy of history was coined by option A Voltaire, option B Francisco Guicciardini, option C Machiavelli, option D Rousseau. Correct answer option A Voltaire ആണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. അടുത്തത്, ഡാഷ് ഇസ് യൂസ്ഡ് ടു ഫൗണ്ട് ഫ്ലാഗറിസം, ഗോസ്റ്റ് റൈറ്റേഴ്സ്, ഫോർഗറീസ്, ഇന്റർപൊളേഷൻസ്. അപ്പൊ ഏതാണ്? നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്, ഇപ്പൊ എന്ത് കണ്ടെത്തുന്നതിന്, അതായത് ഡാഷ് ഈസ് യൂസ്ഡ് ടു ഫൗണ്ട് ഔട്ട് പ്ലാഗറിസത്തെയും പിന്നെ ഗോസ്റ്റ് റൈറ്റേഴ്സിനെയും ഫോർഗറീസും ഇന്റർപൊളേഷൻസും ഒക്കെ കണ്ടെത്തുക എന്ന ലക്ഷ്യം നമുക്ക് എന്തിലൂടെയാണ് സാധ്യമാക്കി എടുക്കുന്നത്? അതായത് അറിയാതെ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഫ്ലോഗരിസം, പിന്നെ പ്ലാഗരിസം നമുക്കറിയാലോ, എന്താണ്? കോപ്പിയടി. അതുപോലെ തന്നെ ഗോസ്റ്റ് റൈറ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഫോർഗറീസ് എന്ന് വെച്ചാൽ ഈ വ്യാജരേഖകൾ ഉണ്ടല്ലോ, വ്യാജരേഖ ചമയ്ക്കല്, ഇന്റർപൊളേഷൻസുകളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഇന്റർപൊളേഷൻസുകളും ഈ വ്യാജരേഖ ചമയ്ക്കല്, ഗോസ്റ്റ് റൈറ്റേഴ്സ്, പ്ലാഗരിസം എന്നിവ കണ്ടെത്തുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഏത് തരത്തിലുള്ളൊരു പഠനത്തെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം ഒബ്ജക്റ്റിവിറ്റി ആണോ, ഇന്റേണൽ ക്രിറ്റിസിസം ആണോ, എക്സ്റ്റേണൽ ക്രിറ്റിസിസം ആണോ, സബ്ജക്റ്റിവിറ്റി ആണോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം ഇവിടത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതായിരിക്കും? എക്സ്റ്റേണൽ ക്രിറ്റിസിസം ആണ് അല്ലെ. അപ്പൊ എക്സ്റ്റേണൽ ക്രിറ്റിസിസത്തിലൂടെയാണ് പ്ലാജരിസം, ഫോർഗറീസ്, ഗോസ്റ്റ് റൈറ്റേഴ്സ്, ഇന്റർപൊളേഷൻസ് എന്നിവ കണ്ടെത്തുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തായിരിക്കും?
എക്സ്റ്റേണൽ ക്രിറ്റിസിസം ആണ്. മറക്കില്ലല്ലോ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഇനാഗുറേറ്റഡ് ദ റൈറ്റിംഗ് ഹിസ്റ്ററി സയന്റിഫിക് വേ? ചരിത്രത്തെ തികച്ചും ശാസ്ത്രീയ അടിസ്ഥാനത്തിലൂടെ എഴുതി തയ്യാറാക്കിയത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സയന്റിഫിക് വേ ഓഫ് സ്റ്റഡിങ് ഹിസ്റ്ററി അല്ലെങ്കിൽ ഹു ഇനാഗുറേറ്റഡ് ദ റൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി എന്താ പറയുന്നത്, ഇൻ എ സയന്റിഫിക് വേ, തികച്ചും ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ ചരിത്രത്തെ ആദ്യമായി എഴുതാൻ തുടങ്ങിയത് റൂസെ, ഓപ്ഷൻ ബി റാങ്കെ, ഓപ്ഷൻ ബി കാർലെ, ഓപ്ഷൻ ഡി കോളിംഗ്വുഡ്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ, റാങ്കെ. അപ്പൊ റാങ്കെ ആണ് ഹിസ്റ്ററിനെ സയന്റിഫിക് വേയിൽ ആദ്യമായിട്ട് എഴുതാൻ ശ്രമിച്ചത്. അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. Who said without social history, economic history is barren and political history unintelligible? അതായത് സാമൂഹ്യ ചരിത്രം ഇല്ലെങ്കിൽ സാമ്പത്തിക ചരിത്രം, രാഷ്ട്രീയ ചരിത്രം എന്നിവയെല്ലാം തന്നെ ബുദ്ധിശൂന്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സാമൂഹ്യ ചരിത്രം ഇല്ലെങ്കിൽ സാമ്പത്തികവും രാഷ്ട്രീയപരമായിട്ടുള്ള ചരിത്രങ്ങളെല്ലാം തന്നെ തികച്ചും ഉപയോഗശൂന്യമായ ബുദ്ധിശൂന്യമായിട്ടുള്ളതാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് ഇങ്ങനെ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചത്? ഓപ്ഷൻ എ കോളിംഗ്വുഡ്, ഓപ്ഷൻ ബി ട്രാവലൻ, ഓപ്ഷൻ സി റെനിയർ, ഓപ്ഷൻ ഡി റൗസ്. സോ ദ കറക്റ്റ് ആൻസർ ട്രാവലൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ട്രാവലൻ ആണ് ഇങ്ങനെ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചത്. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കൂടെ കടക്കാം. ഹു ഡിവൈഡ് ഹിസ്റ്ററി ഇൻറ്റു, അതായത് ചരിത്രത്തെ ഇന്ത്യൻ ഹിസ്റ്ററി, ഹിന്ദു ഏജ്, മുസ്ലിം ഏജ്, മോഡേൺ ഏജ്. ഇന്ത്യൻ ചരിത്രത്തെ ഹിന്ദു ഏജ്, മുസ്ലിം ഏജ്, മോഡേൺ ഏജ് ഓൺ കമ്മ്യൂണൽ ബേസിൽ ഇങ്ങനെ തരംതിരിച്ചത് ആരാണ്? ലോർഡ് മെക്കാളെ, സ്മിത്ത്, ജെയിംസ് മില്ല്, ട്രാവലൻ. അപ്പൊ നമുക്ക് നോക്കാം ചരിത്രത്തെ, അതായത് മോഡേൺ ഇന്ത്യൻ ചരിത്രത്തെ ഹിന്ദു ചരിത്രമെന്നും മുസ്ലിം ചരിത്രമെന്നും മോഡേൺ ചരിത്രമെന്നും കമ്മ്യൂണൽ ബേസിൽ തരംതിരിച്ചത് ആരാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഓപ്ഷൻ എ ലോർഡ് മെക്കാളെ, ഓപ്ഷൻ ബി സ്മിത്ത്, ജെയിംസ് മിൽ, ട്രാവലൻ. കറക്റ്റ് ആൻസർ ജെയിംസ് മിൽ ആണ്. അതാണ് ജെയിംസ് മിൽ ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ ഓഥർ ഓഫ് ദ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് കോൺകറർ? ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് കോൺകറർ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ എ ആൻ മറിയ സ്കെയ്മൽ ആണോ? ഓപ്ഷൻ ബി ക്ലിഫോർഡ് എഡ്മണ്ട് ബോസ്വർത്ത് ആണോ? ഓപ്ഷൻ സി ഗസ്റ്റഫ് ജോൺ റാംസ്റ്റഡ് ആണോ? ഓപ്ഷൻ ഡി ജോൺ ആൻഡ്രിയോ ബൈലി ആണോ? ആരായിരിക്കും ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് കോൺകറർ എന്ന പുസ്തകം രചിച്ചത്? ഇത് ഞാൻ നേരത്തെ തന്നെ നിങ്ങൾ പറഞ്ഞതാണ്. ഇത്തരത്തിലുള്ള ബുക്കുകളും ഓതേഴ്സും വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ. അപ്പൊ അത് നിങ്ങൾ പഠിക്കാതെ പോകരുത്. ദ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് കോൺകറർ എന്ന പുസ്തകം രചിച്ചത് എപ്പോഴും ആരാണ്? ആൻ മറിയ ഷിമൽ, ക്ലിഫോർഡ് എഡ്മണ്ട് ബോസ്വർത്ത്, ഗസ്റ്റാൾഡ് ജോൺ റാംസ്റ്റഡ്. സോ ദ കറക്റ്റ് ആൻസർ ജോൺ ആൻഡ്രൂ ബോയ്ലി ആണ് കേട്ടോ. ജോൺ ആൻഡ്രൂ ബോയ്ലിയുടെ ബുക്കാണ് ദ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് കോൺകറർ. മറന്നു പോകരുത്, ഈസ് ദ വെരി ഇമ്പോർട്ടന്റ്. ഹൂ സെഡ് ദ ടൈം ആൻഡ് ജോഗ്രഫി ആർ ദ ഐസ് ഓഫ് ദ ഹിസ്റ്ററി? ആരാണ് ദ ടൈം ആൻഡ്, അതായത് സമയത്തെയും ജോഗ്രഫിയെയും ഐസ് ഓഫ് ഹിസ്റ്ററി, ചരിത്രത്തിന്റെ രണ്ട് കണ്ണുകളാണ് ടൈമും മറ്റൊന്ന് ജോഗ്രഫിയും എന്ന് പറഞ്ഞത് ആരാണ് എന്നുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. ആരായിരിക്കും? ഓപ്ഷൻ എ ജോൺസൺ, ഓപ്ഷൻ ബി രാഹുൽ സൻകൃത്യായൻ, ഓപ്ഷൻ സി കോളിംഗ്വുഡ്, ഓപ്ഷൻ ഡി E.H. കാർ. So the correct answer Rahul Sankrityayan is the correct answer. Who said the time and geography are the eyes of the history? Rahul Sankrityayan is the correct answer. Rahul Sankrityayan ആണ് ഇവിടെ the correct answer. അടുത്തൊരു question. Who is the author of the study of history? സ്റ്റഡി ഓഫ് ഹിസ്റ്ററി എന്ന പുസ്തകത്തിന്റെ ആഥർ ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ദ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആരായിരിക്കും? അർണോൾഡ് ടോയിൻബിയുടെ, അല്ലെ? സോ പിന്നെ അർണോൾഡ് ടോയിൻബിയുടെ വളരെ പ്രശസ്തമായ എ.ജെ. ടോയിൻബി, അല്ലെ? എ.ജെ. ടോയിൻബിയുടെ, അതായത് അർണോൾഡ് ടോയിൻബിയുടെ വളരെ പ്രശസ്തമായ ഒരു പുസ്തകത്തിന്റെ പേരാണ് ദ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി. ദ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി എന്നറിയപ്പെടുന്ന പുസ്തകം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അർണോൾഡ് ടോയിൻബി ആണ് കേട്ടോ. 12 വോളിയം ഉള്ള ഒരു ബുക്കാണ് സ്റ്റഡി ഓഫ് ഹിസ്റ്ററി. നമ്മൾ നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട്. 12 വോളിയം ഉള്ള 1934 മുതൽ 1963 വരെ, അതായത് ഏകദേശം 34-61 കാലഘട്ടത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ബുക്കിന്റെ പേരാണ് സ്റ്റഡി ഓഫ് ഹിസ്റ്ററി. 12 വോളിയം ഉള്ള അർണോൾഡ് ടോയിൻബിയുടെ. അടുത്ത ഓൾഡ് റൈറ്റിംഗ് യൂസ്ഡ് ഇൻ ദ ഇൻസ്ക്രിപ്ഷൻ ഈസ് കാൾഡ്. ഓൾഡ് റൈറ്റിംഗ് used in inscription. Older writing used in inscription. Older writing found in the inscription. Older writing used in the inscription is called epigraphy എന്നാണോ, പാലിയോബോട്ടണി ആണോ, ക്രോണോളജി ആണോ, പാലിയോഗ്രാഫി ആണോ? അപ്പോൾ ഓൾഡ് റൈറ്റിംഗ് ഫൗണ്ട് ഇൻ ഇൻസ്ക്രിപ്ഷൻസ്, നമ്മൾ ഓൾഡർ റൈറ്റിംഗ്സിനെ ഇൻസ്ക്രിപ്ഷൻസിലൂടെ കണ്ടെത്തുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്? എപ്പിഗ്രാഫി എന്നാണ്. അതേസമയം ദ സ്റ്റഡി ഓഫ് റൈറ്റിംഗിനെ വിളിക്കുന്ന പേരെന്താണ്? സ്റ്റഡി ഓഫ് ഓൾഡ് റൈറ്റിംഗ് സ്റ്റഡിയെ വിളിക്കുന്ന പേര് പാലിയോഗ്രാഫി എന്നാണ്. ദ സ്റ്റഡി ഓഫ് ഓൾഡ് റൈറ്റിംഗ് യൂസ്ഡ് ഇൻസ്ക്രിപ്ഷനിൽ ഓൾഡ് റൈറ്റിംഗ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്? എപ്പിഗ്രാഫി എന്നാണ്.
അത് തെറ്റിപ്പോലെ കേട്ടോ. ഓൾ റൈറ്റിംഗ് യൂസ്ഡ് ഇൻ ഇൻസ്ക്രിപ്ഷൻ ഈസ് കാൾഡ് എപ്പിഗ്രാഫി. അങ്ങനെയാണെങ്കിൽ ദ സ്റ്റഡി ഓഫ് റൈറ്റിംഗ് ഈസ് കാൾഡ് പാലിയോഗ്രാഫി. ദ സ്റ്റഡി ഓഫ് റൈറ്റിംഗിനെ വിളിക്കുന്ന പേരെന്താണ്? സ്റ്റഡി ഓഫ് റൈറ്റിംഗ്, അത് പാലിയോഗ്രാഫി എന്നാണ് വിളിക്കുന്നത്. പാലിയോഗ്രാഫി മറക്കട്ടെ. പാലിയോഗ്രാഫി എന്ന് പറയുമ്പോൾ ദ സ്റ്റഡി ഓഫ് റൈറ്റിംഗ് ഈസ് കാൾഡ് പാലിയോഗ്രാഫി. എപ്പിഗ്രാഫി ഫോക്കസ് ഇൻസ്ക്രിപ്ഷൻസുകളെയാണ്. എപ്പിഗ്രാഫി ഇൻസ്ക്രിപ്ഷൻസുകളാണെങ്കിൽ പാലിയോഗ്രാഫി സ്റ്റഡിയെ വിളിക്കുന്ന പേരാണ്. മനസ്സിലായിട്ടുണ്ടല്ലോ? ഓക്കെ, അടുത്തത് ഹൈപ്പോത്തീസിസ്. എ സർട്ടൻ ആൻഡ് ഹൈപ്പോത്തീസിസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? സർട്ടൻ ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് ഫൈൻഡിംഗ് ആണോ? എ പാർട്ട് ഓഫ് റിസർച്ച് ക്വസ്റ്റ്യൻ ആണോ? എ സ്ട്രാറ്റജി ഓഫ് ഇവാലുവേറ്റിംഗ് ഡേറ്റ ആണോ? അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആപ്റ്റ് ആയിട്ടുള്ള കാര്യം ഏതാണ്? പാർട്ട് ഓഫ് റിസർച്ച് ക്വസ്റ്റ്യൻ മാത്രമാണോ ഹൈപ്പോത്തീസിസ്? എ സ്ട്രാറ്റജി ഓഫ് ഇവാലുവേറ്റിംഗ് ഡേറ്റ ആണോ? എ ടെന്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് പ്രൊവൈഡിംഗ് ആൻ എക്സ്പ്ലനേഷൻ ആണോ? ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓപ്ഷൻ ഡി is the correct answer. A tentative ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പ്രൊവൈഡിംഗ് ആൻ എക്സ്പ്ലനേഷൻ ഈസ് കാൾഡ് hypothesis. A tentative statement providing an explanation is called hypothesis. അപ്പൊ ആ കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ. അടുത്തൊരു ക്വസ്റ്റ്യൻ. Who is known as the father of scientific history? ഫാദർ ഓഫ് സയന്റിഫിക് ഹിസ്റ്ററിയുടെ പിതാവ് എന്താണ്? സയന്റിഫിക് ഹിസ്റ്ററിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഓപ്ഷൻ എ ഹെറോഡോട്ടോ, ഓപ്ഷൻ സി തൂസിഡൈസ്, ഓപ്ഷൻ ഡി പോളിബിയസ്, ഓപ്ഷൻ ഡി ഡൈനോഷ്യസ് ഹാലിക്കാർണിയസ്. സോ ദ കറക്റ്റ് ആൻസർ തൂസിഡൈസ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഫാദർ ഓഫ് സയന്റിഫിക് ഹിസ്റ്ററി തൂസിഡൈസ് ആണ്. അതും ഇടക്കിടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്. അടുത്ത, ഹൂ റോട്ട് ദ ഫേമസ് ബുക്ക് ഡയലോഗ് ഓൺ പൊളിറ്റിക്സ്? ഡയലോഗ് ഓൺ പൊളിറ്റിക്സ് എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? അപ്പൊ ആരാണ് ഡയലോഗ് ഓൺ പൊളിറ്റിക്സ് എന്ന ഗ്രന്ഥം രചിച്ചത്? ഹെർഡർ ആണോ, ഫ്രാൻസിസ് ബെക്കൻ ആണോ, റാങ്കെ ആണോ, അഗസ്റ്റ് കോംറ്റെ ആണോ? വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടാണ് കേട്ടോ. ഡയലോഗ് ഓൺ പൊളിറ്റിക്സ് എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ആരായിരിക്കും? ഹെർഡർ, ഫ്രാൻസിസ് ബെക്കൻ, റാങ്കെ. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ റാങ്കയുടെ പുസ്തകത്തിന്റെ പേരാണ് കേട്ടോ. ആരാണ്? റാങ്കെ. റാങ്കെയാണ് ഡയലോഗ് ഓൺ പൊളിറ്റിക്സ് എന്ന പുസ്തകം രചിച്ചത്. റാങ്കെയാണ്. റാങ്കെ ഈസ് ദ കറക്റ്റ് ആൻസർ. റാങ്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഡയലോഗ് ഓൺ പൊളിറ്റിക്സ്, റാങ്കെ. ഓക്കെ, ഹൂ ഡിഫൈൻ ഹിസ്റ്ററി ആസ് ദ സ്റ്റോറി ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ് ആൻഡ് ടൂൾ ടു ടീച്ച് ദ ഹ്യൂമൻ റീസൺ? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് മാർക്ക് ബ്ലോക്ക് ഈസ് ദ കറക്റ്റ് ആൻസർ. മാർക്ക് ബ്ലോക്ക് ആണ് അല്ലെ? ഓക്കെ, മാർക്ക് ബ്ലോക്ക് ഈസ് ദ കറക്റ്റ് ആൻസർ. നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞു പോയി. അടുത്തത്, ഡാഷ് ഇസ് ദ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ റെപ്രസെന്റേഷൻ ഓഫ് ഹിസ്റ്ററി ആൻഡ് യുവർ തോട്ട് അബൌട്ട് ദ വിഷ്വൽ ഇമേജസ് ഒരു ഫിലിമിക് ഡിസ്കോഴ്സർ. അപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ ഏത് കാര്യത്തെയാണ് ഒരു ഫിലിമിക് ആയിട്ടുള്ള, അതായത് ഹിസ്റ്റോറിക്കൽ റെപ്രസെന്റേഷൻ, ദ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ്, അതായത് ചരിത്രത്തെ വിവരിക്കുന്നത്, റെപ്രസെന്റേഷൻ ഓഫ് ദ ഹിസ്റ്ററി ആൻഡ് യുവർ തോട്ട്, നിങ്ങളുടെ റെപ്രസെന്റേഷനെയും തോട്ടിനെയും ഒരു വിഷ്വൽ ഇമാജിലൂടെ, ഒരു ഫിലിമിക് ഡിസ്കോഴ്സസിലൂടെ വിവരിക്കുന്നു എങ്കിൽ, ഒരു പ്രദർശിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫിലിമിക് ഡിസ്കോഴ്സിലൂടെ നിങ്ങളുടെ ഇമാജിനേഷനെയും നിങ്ങളുടെ ചരിത്രത്തോടുള്ള നിങ്ങളുടെ വിവരണത്തെയും വിവരിക്കുന്ന ഒരു റെപ്രസെന്റേഷനും ചെയ്ത് കാണിക്കുന്ന ഒരു ഫിലിമിക് ഡിസോർഡർ ഇമാജിൽ, വിഷ്വൽ ഇമാജിനെ വിളിക്കുന്ന പേര് ഹിസ്റ്റോറിയോഗ്രാഫി എന്നാണോ, ഹെക്ടോറിസം എന്നാണോ, മൈക്രോ ഹിസ്റ്ററി ആണോ, ഹിസ്റ്റോറിയോഫോട്ടി ആണോ? ഏതാണ് കറക്റ്റ് ആൻസർ? ഇത് ഒരുപാട് തവണ പ്രീവിയസ്ലി ഞാൻ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ കൊണ്ടുവന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഹിസ്റ്റോറിയോഫോട്ടി ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. അതായത് നിങ്ങളുടെ ദ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ റെപ്രസെന്റേഷൻ ഓഫ് ഹിസ്റ്ററി ആൻഡ് യുവർ തോട്ട്, അതായത് ചരിത്രത്തെ കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളെയും വിവരണങ്ങളെയും ഒരു വിഷ്വൽ ഇമാജിലൂടെ, ഫിലിമിക് ഡിസോർഡറിലൂടെ റെപ്രസെന്റേഷൻ ചെയ്ത് കാണിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഹിസ്റ്റോറിയോഫോട്ടി എന്നാണ്. എന്താണ്? ഹിസ്റ്റോറിയോഫോട്ടി ഇസ് ദ കറക്റ്റ് ആൻസർ. ഇൻ ദ ടേം കോസ്, നമ്മൾ കോസസിനെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട്, ചരിത്രവും കാരണവും ഒക്കെ തന്നെ വളരെ ഇമ്പോർട്ടന്റ്. ദ ടേം കോസ് ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ്. ഏത് ലാറ്റിൻ പദത്തിൽ നിന്നാണ് കോസ് എന്ന പദത്തിന്റെ ഉത്ഭവം വന്നിട്ടുള്ളത്? ഓപ്ഷൻ എ കോസ, ചോസ, ഓപ്ഷൻ ബി ചോസ, ചോസ്, ഓപ്ഷൻ ബി കോസി, ഓപ്ഷൻ ബി കോഴ്സ്. സോ ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ കോസ. CAUSA is the correct answer. അപ്പോൾ cos is derived from the Latin word cosa. CAUSA is the correct answer. Cosa is the correct answer. Cos എന്ന പദം വന്നിരിക്കുന്നത് കോസ എന്ന പദത്തിൽ നിന്നുമാണ്. ഹിസ്റ്റോറിയോഫോട്ടി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഹിസ്റ്റോറിയോഫോട്ടി എന്നറിയപ്പെടുന്ന പദം, ആ ഒരു കോൺസെപ്റ്റ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ഹിസ്റ്റോറിയോഫോട്ടി. പിന്നെ അതുപോലെ തന്നെ ഹിസ്റ്റോറിയോഫോട്ടിയെ പോലെ തന്നെ വളരെ പ്രാധാന്യമർഹിക്കുന്ന മറ്റൊന്നാണ് എന്താ പറയുന്നത്,
മൈക്രോ ഹിസ്റ്ററി എന്ന് പറയും. മൈക്രോ ഹിസ്റ്ററി ഇസ് ദ ഹിസ്റ്റോറിക്കൽ റിസർച്ച് മെത്തേഡ് ആൻഡ് ഫോക്കസ് ഇൻ ഡെപ്ത് സ്റ്റഡീസ്. അതായത് സ്മാൾ യൂണിറ്റുകളെ കുറിച്ചുള്ള പഠനം, ഇൻ ഡെപ്ത് സ്റ്റഡീസ് ഒക്കെ നടത്തുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്, മൈക്രോ ഹിസ്റ്ററി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മൈക്രോ ഹിസ്റ്ററി മറക്കില്ലല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ വ്യക്തമായിട്ട് പഠിച്ചു പോയത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. പ്രീവിയസ്ലി നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ക്ലിയറി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇത് എല്ലാം തന്നെ പ്രീവിയസ്ലി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു പോകുക. ഓക്കെ, താങ്ക് യു.